أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. മഹാന്മാരായ ആലിമീങ്ങളെ, സാദാത്യങ്ങളെ, ബഹുമാനപ്പെട്ട യുവ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഒരു വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. രണ്ട് കാര്യമാണ് എനിക്ക് നിങ്ങളോട് ഒന്നാമതായി പറയാനുള്ളത്. ഈ വിഷയം ഒരു സാധാരണ വിഷയമല്ല. ഒരു വിഷയത്തിനെ അവതരിപ്പിക്കുമ്പോഴുണ്ടാകുന്ന രീതിയോ പ്രൗഢിയോ ഉണ്ടായിക്കൊള്ളണം എന്നുമില്ല. ഒരു വയല് പറയല്ല, ഒരു വസ്തുത നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യും. അപ്പോൾ അതിന് വളരെ ക്ഷമയോട് നിങ്ങൾ കേട്ട് മനസ്സിലാക്കണം. ഇത് ഇന്ന് ചെയ്യാനുള്ള ഏറ്റവും വലിയ അമലും ഇബാദത്തുമാണെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഖാജയെക്കുറിച്ച് കൃത്യമായും വ്യക്തമായും ഒരു വിഷയമായി ഒരു ദിവസം സംസാരിക്കുന്ന ആദ്യത്തെ ദിവസം ഇന്നായിരിക്കും. പക്ഷേ ഈ അടുത്ത ദിവസങ്ങൾ ഈ വിഷയത്തിലേക്ക് പഠിച്ചിറങ്ങിയപ്പോൾ എനിക്ക് തോന്നിപ്പോയി, ഇത് ഗഹനവും വളരെ ഗൗരവമാണ്. ഒരു വിഷയത്തിന്റെ ലാഘവത്തോടുകൂടെ നമ്മൾ ചില വിഷയത്തെ സമീപിക്കും. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, നമ്മൾ ചിന്തിക്കാൻ കഴിയാത്ത ഒരാളാണ് ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി റളിയല്ലാഹു. അതെനിക്ക് ഓരോ ദിവസം ഇതിലേക്ക് ഞാൻ ഏർപ്പെട്ടപ്പോൾ എനിക്ക് ബോധ്യപ്പെടുകയായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ആളെ കാണുന്നില്ല ചരിത്രത്തിൽ, അത്രയും വലിയ ആളാണ്. പല ആളുകളെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്തോ ഖാജ എവിടെയോ ആണ്. ഖാജ നമ്മുടെയൊക്കെ ചിന്തക്ക് അതീതമായ ഒരു സ്ഥാനത്താണ്. മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി റളിയല്ലാഹു ഭയങ്കര ഒരു സ്ഥാനത്താണ്. അതൊക്കെ ഒരു മനുഷ്യന് കഴിയുമോന്നും ചിലപ്പോഴൊക്കെ ആലോചിച്ചു പോയി. അങ്ങനെ അത്രയും വലിയ ആളാണ് ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി റളിയല്ലാഹു. വലിയ ആളാണ്. വലിയ ആള് എന്നൊക്കെ നമ്മൾ പരസ്പരം പറയുന്ന ഒരു തലമുണ്ടല്ലോ, അതിൻ്റെയൊക്കെ അപ്പുറമുള്ള ഒരാളാണ്. വലിയ ആളാണ്. ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തി. നമ്മൾ ഈ ദിവസം ഈ കിതാബ് ഓടുന്നതും വായിക്കുന്നതും ചരിത്രമൊക്കെ വായിക്കുന്ന ഒരാളാണല്ലോ, എന്നിട്ട് ഇന്നെങ്ങനെ ഇതെന്താ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ എന്തോ സംഭവിച്ചതുപോലെ തന്നെ എനിക്ക് തോന്നിപ്പോയി. ഞാൻ ഇങ്ങനെ ഒരു ചരിത്രം വായിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച് വായിച്ച ഏറ്റവും കൂടുതൽ സങ്കീർണവും ഗൗരവമായ വിഷയം ഖാജയുടെ ചരിത്രമായിരിക്കും എന്ന് ഇപ്പോൾ നിങ്ങളെ മുന്നിൽ തുറന്നു പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അള്ളാഹു ആ മഹാനെ പിന്തുടരാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വലിയ ആളാണ് എന്ന് പറഞ്ഞാല് ഗൗസുൽ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു ഖാജ കയറി ചെന്നപ്പോൾ പാട്ട് കച്ചേരി നടത്തിയെന്നാണ്. ഖാജ പാട്ടിന്റെ ആളാണ്, ഗൗസുൽ ഇൽമിന്റെ ആളാണ്. വലിയ കവിത ഇഷ്ടപ്പെട്ട ആളല്ലേ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 200 പാട്ടുകാരാ റസൂലുള്ളാഹിക്ക്. നിങ്ങളെവിടെ മാപ്പിളാരെ? എന്ത് നിങ്ങൾക്കൊക്കെ പറ്റിപ്പോയിട്ട് പാട്ട്? ഇതൊക്കെ മനുഷ്യന് ജീവിതത്തിൽ വേണം. ഇഷ്കിന്റെ കവിതകൾ മതിമറന്നു മനുഷ്യൻ. ഇഷ്കിന്റെ കവിത കേട്ടിട്ട് മതിമറന്നു. എനിക്ക് അജ്മീർ എന്ന് കേട്ടാൽ കോടിയുള്ള വലിയ കാര്യം തന്നെ. ഭയങ്കര കവാലി ഇങ്ങനെ കേൾക്കും. ഇഷ്കിന്റെ കവിതകൾ ഭയങ്കര ലയിച്ചു. നമ്മൾ ഭയങ്കര നമ്മളെന്ന് പറഞ്ഞു. എന്താണ് ഇഷ്കിന്റെ കവിതകൾ? നമ്മൾ റസൂലുള്ളാഹിയുടെ മുന്നിലാണോ തോന്നിപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഖാജയുടെ കാലത്ത് ജീവിക്കണമെന്ന് തോന്നിപ്പോ. ഭയങ്കര ഖുർആൻ എന്ന് പറഞ്ഞത് ആശയത്തിലും അതിന്റെ ഗഹനത്തിലും സംഗീതത്തിന്റെ അപ്പുറത്തല്ലേ. സംഗീതം എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ ആരോഹണവും അവരോഹണവും. അത് കവിതയിലെത്തും. അത് കവിത മധുരവും അതിലും ആശയസമ്പുഷ്ടവും. അതിനപ്പുറത്താണ് വിശുദ്ധ ഖുർആൻ. എന്താണത്? കേറ്റ് സ്റ്റീവൻസിന് ഖുർആൻ കേട്ടപ്പോൾ അയാളുടെ രോഗം മാറി എന്നല്ലേ പറഞ്ഞത്? ചരിത്രമല്ലേ അത്? ഖുർആൻ കേട്ടപ്പോൾ മധുരമായ ഖുർആനോട്ട് കേട്ടു. ഒരു സുഡാനി ബാലൻ വന്നിട്ട് അദ്ദേഹത്തിന് ആശുപത്രിയിൽ വന്നിട്ട് ഖുർആൻ ഓടി.
തേം അങ്ങോട്ട് മാറി. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ എന്ന സൂറത്തുർ റഹ്മാൻ ഓടിയപ്പോൾ മാറിയ മനുഷ്യൻ. ആ കെ.ടി. സ്റ്റീവൻസിന്റെ ഇന്നത്തെ പേര് യൂസുഫുൽ ഇസ്ലാം എന്നാണ്. മധുര മനോഹരമായ ശബ്ദമാണ് ഇതിന് കാരണം. വെറുതെ ചിന്തിക്കരുത്. മധുര മനോഹരമായ ശബ്ദത്തിനപ്പുറം ഒന്നുമല്ലാതെ എന്തുകൊണ്ട് അതിന്റെ ആശയം അറിയാൻ അന്ന് ഈ കെ.ടി. സ്റ്റീവൻസിന് കഴിവില്ല? മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക്? നല്ലോണം കുറച്ച് ചിന്തിക്കണം. നമ്മൾ നല്ല കുത്തുബ ഓട് കേൾക്കുന്നത് കേട്ട കരഞ്ഞു. അതിന്റെ ഉള്ളിൽ അറബി തന്നെ ആയിരിക്കും, അറബി മതിരാനോ, പക്ഷെ അതിന്റെ ആ മധുരമായ ശൈലി കൊണ്ട് കരഞ്ഞു. അതിന്റെ ഉള്ളിൽ നമ്മൾ അറിയൂല എന്താണ് പറഞ്ഞത്, പക്ഷെ അറിയും. ഹറമിൽ നിന്ന് ഖുർആൻ ഓടുന്നത് കേട്ടിട്ട് തറാവീഹ് നിസ്കരിച്ച് എൻ്റെ കൂടെ നിസ്കരിച്ച എന്നോടൊരാൾ ഒരു പ്രിയപ്പെട്ട സഹോദരൻ എന്നോട് പറഞ്ഞു. ഈ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് അദ്ദേഹം ഹറമിൽ തറാവീഹിന് പോയി. തറാവീഹ് ഹറമിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കവേ കൂടെ നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്, കള്ളിത്തുണി എടുത്ത മനുഷ്യൻ ഓത്ത് കേട്ടിട്ട് കരയാൻ തുടങ്ങി. ഒരു മനുഷ്യൻ കരയാൻ തന്നെ, നാടനാണ്, ഒന്നും അറിയാത്തൊരു പാവം എന്ന് തോന്നും കണ്ടാൽ. പക്ഷെ ഓത്ത് കേട്ട് തുടക്കം മുതൽ കരഞ്ഞുപോയി. തറാവീഹിന്റെ അവസാനത്തെ റക്അത്തിൽ അയാൾ വീണു, അയാൾ മരിച്ചു. ഈ സഹോദരൻ എന്നോട്, ഈ കോഴിക്കോട് ജില്ലക്കാരനായ ഒരു സഹോദരൻ എന്നോടത് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഞാൻ കുടിച്ചുപോയി ഉസ്താദെ, ആ മരിച്ചാൾ ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ശബ്ദമാണ് അവിടെ സ്വാധീനിക്കുന്നത്. ജർമ്മൻ എയർവേസിന്റെ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ലണ്ടനിൽ നിന്ന് കയറി അമേരിക്കയിലേക്ക് പോകുക. അപ്പോൾ അവര് താടിയോട് കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങളെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ കഴിയില്ല. ഫ്രാങ്ക്ഫർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ ഒന്നിരിക്കൽ നിങ്ങൾ ഇറങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾ വാഷ് ബേസിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ താടി പഠിക്കുക, അല്ലാതെ ഫ്ലൈറ്റിൽ നിങ്ങളെ കൊണ്ടുപോകാൻ കഴിയില്ല, നിങ്ങൾ തീവ്രവാദിയാണ് എന്ന് പറഞ്ഞു. അറിയവർക്ക് തീവ്രവാദിയല്ല ആര്, കാരണം ലോകം അറിയുന്ന ആളല്ലേ കെ.ടി. സ്റ്റീവൻസ് തീവ്രവാദിയല്ല എന്ന് ആർക്കും അറിയാത്തത്. പക്ഷെ നിങ്ങളെ ഈ താടിയോട് കൂടെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, ഞങ്ങൾക്ക് പേടിയാണ് എന്ന് എയർ ഹോസ്റ്റസ്മാർ പറഞ്ഞു. ഒന്നിരിക്കൽ നിങ്ങൾ വാഷ് ബേസിൻ്റെ അടുത്ത് പോയി താടി പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രാങ്ക്ഫർട്ടിൽ ഇറങ്ങണം, അമേരിക്കയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ജർമ്മൻ എയർവേസിൻ്റെ ആളുകൾ പറഞ്ഞു. ഓക്കെ, ഞാൻ ഫ്രാങ്ക്ഫർട്ടിൽ ഇറങ്ങാം, പക്ഷെ താടി പഠിക്കില്ല, ഞാൻ എൻ്റെ ഹബീബിന്റെ സുന്നത്തിന് ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ മാപ്പിളരെ നമ്മള്? ഞാൻ എൻ്റെ ഹബീബിന്റെ സുന്നത്തിന് ഉപേക്ഷിക്കില്ല. ആര് തറ താടി നെഞ്ചു മുഴുവൻ നിറഞ്ഞു കിടക്കണ യൂസുഫ് ഇസ്ലാം, ആ മനുഷ്യൻ 10-15 കൊല്ലം മുമ്പ് വരെ തികഞ്ഞ ജൂതന. ഹാളിൽ പാട്ട് നടത്താൻ, കച്ചേരി നടത്താൻ സൗകര്യം കൊടുത്തു. ആർക്ക്? ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു പാട്ട് കച്ചേരി നടത്താൻ സൗകര്യം കൊടുത്തിട്ട് ഓതുൽ ആലം ദർസ് ഹാളിലേക്ക് പോയി ദർസ് നടത്തി. രണ്ട് ത്വരീഖ, ഒന്ന് ചിശ്തി ത്വരീഖ, ഒന്ന് ഖാദിരി ത്വരീഖ. ചിശ്തി ത്വരീഖ വജ്ദ് സമാ, ആനന്ദിച്ചിട്ട് അള്ളാഹാണ് മനസ്സിലാക്കുക. അങ്ങനെ ഖാദിരി ത്വരീഖത്തെ ഇൽമാണ്, ഭയങ്കര പ്രവാഹമായ ഇൽമ. അപ്പൊ രണ്ട് ത്വരീഖായതുകൊണ്ട് ഇവിടെ പാട്ട് കച്ചേരി തുടങ്ങുന്നതോടുകൂടെ റസൂലുള്ളാഹി നേരെ ദർസ് ഹാളിലേക്ക് പോയി. ദർസ് നടത്തിക്കൊണ്ടിരുന്നതിനിടയിൽ പെട്ടെന്ന് എണീറ്റിട്ട് ഒരു ഇരുമ്പിന്റെ കുണ്ടം ഓടിയെടുത്തിട്ട് പെട്ടെന്ന് കുത്തിപ്പിടിച്ച് നിന്നു. പേടിച്ചോയി ആളുകൾ മുഴുവനും. ആർക്കും അന്ന ഭാവമാറ്റം പോലും ബേജാറായിപ്പോയി. പിറ്റേന്ന് സുബഹ് കഴിഞ്ഞപ്പോൾ ഹാജയോട് ഹൗസുലാദമനോട് ആളുകൾ ചോദിച്ചു, എന്താ ഇന്നലെ ചെയ്തത്? അപ്പോൾ പറഞ്ഞു, മുഈനുദ്ദീൻ ഇഷ്കിൽ ലയിച്ചിട്ട്, അള്ളാഹുവിന്റെ ഇഷ്കിൽ അങ്ങോട്ട് ലയിച്ചിട്ട് ആ ലയം കൊണ്ട് ബഗ്ദാദ് അട്ടിമറിയുമോ എന്ന് ഞാൻ പേടിച്ചുപോയി, അതുകൊണ്ടാണ് ഞാൻ കുന്തൻ കുത്തിപ്പിടിച്ചത് എന്ന് പറഞ്ഞു. ഒരൊറ്റ തവണ ഒരു മനുഷ്യൻ ഈമാനോടുകൂടെ റസൂലുള്ളാഹിനെ കണ്ടാൽ അപ്പ മനുഷ്യനാണ് നന്നായി. അത് എന്താ? അത് പഠിപ്പ. അതെന്ത് പഠിപ്പ? അതൊരൊറ്റ കാണല, അതൊരു കാണല കഴിഞ്ഞു. ഒരു സെക്കൻഡിൽ ഒരാള് ഒരാള് ഹബീബാണ് റസൂലുള്ളാഹിന്റെ അടുത്ത് സെക്കൻഡ് ഈമാനോടുകൂടെ ഇങ്ങനെ നോക്കി നിന്നാൽ മതി. ആ മനുഷ്യൻ മുഅ്മിനായി ആദിലായി, അവനെ തെറ്റിയില്ല, നീതിമാൻ, നീതിക്കെതിരെയില്ല. എൻ്റെ സ്വഹാബികൾ മുഴുവനും നീതിമാന്മാരാണെന്ന് ഹബീബായ നബി. ഇതെന്റെ പഠിപ്പ, അതനുഭവമാണ്. അത് ഭയങ്കര. ഗ്രന്ഥങ്ങളിലേക്ക് നമ്മൾ താഴ്ന്നു പോയി എന്നുള്ളതും, സത്യത്തിൽ വിജ്ഞാനത്തെ പ്രൗഢമാക്കി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ വിജ്ഞാനത്തിന് കയ്യും കാലും നഷ്ടപ്പെട്ടതാണ് ഗ്രന്ഥങ്ങളിൽ ഒതുങ്ങിയപ്പോൾ ഉണ്ടായിപ്പോയത്. വിജ്ഞാനം ഗ്രന്ഥങ്ങളിൽ ഒടുക്കല്ല മുഹമ്മദ് നബി ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വിജ്ഞാന അനുഭവ. അതിങ്ങനെയാണ്. 42 കൊല്ലം ഒരു മനുഷ്യന്റെ കൂടെ നടക്കുകയാണ് ഈ മനുഷ്യൻ. ആ ഭാഗത്തേക്ക് ഞാൻ വരാം. വിജ്ഞാന അനുഭവ, വിജ്ഞാന പുസ്തകമല്ല.
പുസ്തകം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ അനുഭവത്തിനെ ഒന്നുകൂടി തസ്സീഹ് ചെയ്യാൻ വേണ്ടിയുള്ള ഓർമ്മയാണ് പുസ്തകം. അങ്ങനെ ആയതുകൊണ്ടല്ലേ ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പുസ്തകം കൊടുക്കാതെ ആയത്. ഹബീബാ നബി വഫാത്താകുമ്പോൾ മദീന പള്ളിയിൽ ഒരു മുസഹഫില്ല. പിന്നെ മുസഹഫ് എവിടെയിരുന്നു? ഫീ ഖുലൂബിർ റിജാലി വന്നിസാഇ, മനുഷ്യ ഹൃദയങ്ങളിലാണ്. അവർ ജീവിക്കുന്ന ഖുർആനുകളാണ്. കൈഫ കാന ഖുലുഖു റസൂലില്ലാ എന്ന ചോദ്യത്തിന്റെ മറുപടി കാന ഖുലുഖുൽ ഖുർആനാണ്. ഹബീബിന്റെ സ്വഭാവമാണ് ഖുർആൻ. അതന്നെ അവർ ജീവിക്കുന്ന ഖുർആനുകൾ. ആ അവസ്ഥയിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണം. പക്ഷെ അങ്ങനെ മടങ്ങി പോകൂല. മടങ്ങിപ്പോകാൻ നമുക്ക് ഒരുപാട് വൈതരണികൾ വന്ന് വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ ലേശം ഒന്ന് ഉയർന്ന് ചിന്തിക്കാൻ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈമാന്റെ ഒരു തട്ടിന്റെ അടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിന്റെ മുകളിലേക്ക് കയറണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അത് ഉറപ്പ്. ഒന്നാമത്തെ കാര്യം മുജാലസാത്തുൽ സ്വാലിഹീൻ തന്നെയാണ്. അതൊരു ഒരു ഒരു അണലാണ്. അങ്ങനെ തന്നെയാണ്. അന്ത്രോത്ത് ദ്വീപിൽ നിന്ന് ഒരാൾ വന്ന കഥ ഒരിക്കൽ കണ്ണിയത്തിന്റെ ഖാദിം എന്നോട് പറഞ്ഞു, റഹ്മഹുല്ലാഹ്. കണ്ണിയത്തിന്റെ ഖാദിം റഹ്മഹുല്ലാഹ് എന്നോട് പറഞ്ഞു, അന്ത്രോത്ത് ദ്വീപിൽ നിന്ന് ഒരാൾ വന്നു. എന്തിന്? കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാരുടെ കണ്ണിന്റെ നേരെ നിന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയാൻ വേണ്ടി. ഇന്നത്തെ നമ്മുടെ വ്യാഖ്യാനങ്ങളിൽ ഒരു പൊട്ടത്തരം എന്നാണ് അതിന് പറയാനുള്ളത്. പക്ഷേ ഇതാണ് സത്യത്തിൽ ദീന്. അത് ഇൻഇകാസുൽ അശിഅത്താണ്. ഇത് പ്രഭയുടെ സംശീകരണം. ആ പ്രഭയിൽ ഇങ്ങോട്ട് കയറി പോകും. ഒക്കെ നന്നാവും. ഒരൊറ്റ സെക്കൻഡിലെ പിടുത്തം കൊണ്ട് എല്ലാം കിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് മുഅ്മിനീങ്ങളെ, ഞാൻ ഇന്ന് ഈ പറയുന്ന വിഷയങ്ങൾ രണ്ട് കലക്കാണ്. ഒന്ന്, വളരെ വിശ്വാസമുള്ളവർ മാത്രമേ ഈ വിഷയം കേൾക്കാവൂ എന്നും ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കാസറ്റിന്റെ ചില ഭാഗങ്ങൾ ദുരുപയോഗം ചെയ്യരുത് എന്ന് മറ്റു പല ആളുകളോടും വളരെ താഴ്മയോടുകൂടെ പറയുക. ഓരോരുത്തരും പറയുന്നതിൻ്റെ അക്ഷരവും സെന്റൻസും എടുത്തിട്ട് ഇങ്ങനെ ക്ലിപ്പിങ്സ് ആക്കി വിടുക എന്ന് പറഞ്ഞാൽ ഇത് ഈ ലോകത്തെ ഏറ്റവും വൃത്തികേടാണ്. ഭയങ്കര വൃത്തികേടാണ്. ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദർഭത്തിൽ നിന്ന് എടുത്തു മാറ്റി ലാ ഇലാഹ എന്ന് മാത്രം പറഞ്ഞാൽ നിരീശ്വരവാദല്ലേ അത്? ലാ ഇലാഹ സന്ദർഭത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കോളും. ലാ ഇലാഹ, ഒരു പടച്ചവനുമില്ല, ഒരു ദൈവവുമില്ല, നിരീശ്വരവാദല്ലേ അത്? ഇത് എത്ര വലിയ തെറ്റാണ് ഈ ചെയ്യുന്നത്. എടാ, എത്ര ആൾക്ക് രോഗമുണ്ട്? നമ്മളതൊന്നും ഇവിടെ പറഞ്ഞില്ല. അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർക്ക് രോഗമുണ്ട് എന്നല്ലേ നമ്മളിവിടെ പറഞ്ഞു. എത്ര ദിവസം പറഞ്ഞു? ഈ പരിപാടി നടന്നിട്ട് പലതവണ ആ മനുഷ്യനോട് നമ്മൾ ദുആ ചെയ്യും, അല്ലാഹു തആല ശിഫ കൊടുക്കട്ടെ. എന്തേ അതിനൊരു കാരണമുണ്ട്. ജീവിക്കുന്ന ദീനാണ്. അപ്പൊ നമുക്ക് പേടിയാണ്. 1000 പുസ്തകം കിതാബ് ഓതുന്നതിനേക്കാൾ നല്ലത് ആ മനുഷ്യന്റെ ഒപ്പം ഒരു 10 ദിവസം നടന്നു പോലാണ്. ദീൻ പിടിച്ച് 1000 കിതാബ് ഓതുന്നതിനേക്കാൾ നല്ലത് ഒരു 10 ദിവസം ആ മനുഷ്യന്റെ കൂടെ ഒന്നാണ് നടക്കുക. ഇതന്നെ അതാണ് ദീന് എന്ന് പറയാം. അതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് പോയി ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഞാൻ നിങ്ങളോടൊരു ഉദാഹരണം പറഞ്ഞു. 20 റക്അത്താണോ 11 എന്ന് പറഞ്ഞിട്ട് നമ്മൾ തർക്കിക്കും. എന്നാ ഈ 2 കൂട്ടർ പള്ളിയിൽ തറാവീന് പോകുന്നില്ല എന്നുള്ളതാണ് വലിയ ഗൗരവമുള്ള വിഷയം. 11 നിസ്കരിച്ചാൽ അൽഹംദുലില്ലാ, അത്രയല്ലേ? അതുമില്ല. തറാവി ആയോ ഇല്ല എന്നുള്ളതല്ല എന്റെ വിഷയം. തറാവി ആയോ ഇല്ല എന്നുള്ളതല്ല, അതുമില്ല. അങ്ങോട്ടോട് തർക്കിച്ചാണ് കളയും, നേരെ കളയും. രണ്ടിനാണെങ്കിലും ഈ 2 കൂട്ടരും. അതുകൊണ്ട് ഹാജക്ക് വേണ്ടി അക്ബർ ചക്രവർത്തി ഡൽഹി മുതൽ അജ്മീർ വരെ നഗ്നപാതനായി നടന്നു എന്നാ ചരിത്രം. സലീം റഹ്മത്തുള്ളാഹി അലൈഹിയോട് അക്ബർ ചെന്നിട്ട് വേദന പറഞ്ഞു, കുട്ടികളുണ്ടായാൽ കുട്ടി ഉടനെ മരിക്കും, എനിക്ക് കുട്ടി ഉണ്ടായാൽ കുട്ടി ഉടനെ മരിക്കും, അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭാര്യക്ക് ഒരു ഗർഭം പിടിക്കണം, കുട്ടി മരിച്ചു പോകരുത്, എനിക്കൊരു അനന്തരാവകാശി വേണം. അപ്പോൾ പറഞ്ഞു, നിങ്ങളാണ് സുൽത്താൻ എന്നാ നിങ്ങൾ വിചാരിച്ച്, നിങ്ങളല്ല സുൽത്താൻ, അജ്മീറിലാണ് ഇന്ത്യയുടെ സുൽത്താൻ, അവിടെ പോയി സിയാറത്ത് ചെയ്യൂ എന്ന് സലീം ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി അക്ബർ ചക്രവർത്തിയോട് പറഞ്ഞു. അക്ബർ ചക്രവർത്തി നഗ്നപാതനായി ഡൽഹി മുതൽ അജ്മീർ വരെ നടന്നു. പിറ്റേ വർഷം ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അതാണ് സലീം രാജകുമാരൻ ജഹാംഗീർ ചക്രവർത്തി. പിന്നെ ജഹാംഗീറോട് കൂടെ വന്നു ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി. കിലോമീറ്ററുകൾക്ക് മുമ്പ് ചെരിപ്പഴിച്ച് കൈ പിടിച്ചിരുന്നു രാജാവ്. സ്വന്തം ചെരിപ്പഴിച്ചിട്ട് കൈ പിടിക്കുക. ആര്? ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി. ആരായിരിക്കും ഖാജ? പിന്നെ തിരിയേണ്ടവർ തിരിയുള്ളൂ, അല്ലാതെ ആരായിരിക്കും ഖാജ?
ഔറംഗസീബ് ഡൽഹി സൽത്തനത്തിന്റെ ഛത്രാധിപതിയല്ലേ ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി. രാജാവ് സ്വന്തം ചെരുപ്പഴിച്ചിട്ട് കൈ പിടിച്ചിട്ട് കിലോമീറ്ററുകൾ നടക്കുക. ആരായിരിക്കും ഹാജ നിങ്ങൾ ചിന്തിക്കുക? ഇന്ത്യയിലെ മുസ്ലിമിന്റെ മനപ്പൊരുത്തവും വിശ്വാസ ദാർഢ്യവും കണ്ടപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയി ജോർജിന് ബ്രിട്ടീഷ് രാജാവിന് കത്തെഴുതി ഇന്ത്യയിൽ ഭരണം നടത്തുന്നത് ഇവിടെ ഉള്ള ഒരു ഖബറാണ്. ആ ഖബറിന്റെ വിശ്വാസം നിലനിൽക്കുന്നിടത്തോളം കാലം ഹിന്ദുക്കളെയും മുസ്ലിമീങ്ങളെയും തമ്മിൽ തെറ്റിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് കത്തെഴുതി. അപ്പോൾ ആ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യൻ ആരായിരിക്കും? അതാണ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു. ഭയങ്കര നമ്മൾ പഠിക്കേണ്ടിയിരുന്നു, പക്ഷെ നമ്മൾ പഠിച്ചില്ല. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഞാൻ ചരിത്രമായതുകൊണ്ട് അതിൻ്റെ ഒരു ഓർഡറിൽ ഞാൻ അങ്ങനെ ആ വിഷയം കൊണ്ട് ഓടിച്ച് പറയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം, അത് നിങ്ങൾക്ക് പാഠാവണം. ഇതിന്മേൽ ഒരു പഠനം നടത്താൻ എല്ലാവരും തയ്യാറാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ് സാദിഖീൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മുത്തഖീങ്ങളുടെ സാദിഖീങ്ങളുടെ കൂടെ നിൽക്കുക. നിങ്ങൾ അറിയുന്നില്ലേ, ഒരു മനുഷ്യന് നടക്കുകയാണ്. എവിടുന്നാ നടന്നത് എന്ന് ചോദിച്ചാൽ സീനായി മരുഭൂമിയിൽ നിന്ന് എവിടെ വരെ നടന്നു? ഒരു മനുഷ്യനെ കിട്ടാൻ വേണ്ടിയിട്ട് തൊഞ്ച വരെ. എത്രായിരം കിലോമീറ്റർ ആണ് സീനായി മരുഭൂമിയിൽ നിന്ന് തൊഞ്ചയിലേക്ക്. ആ തൊഞ്ചയാണ് ഏത്? മജ്മഉൽ ബഹ്റൈൻ എന്ന് പറയുന്നത്. അതായത് മെഡിറ്ററേനിയൻ കടലിന്റെയും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെയും സംഗമ ഭൂമിയാണ് തൊഞ്ച. തൊഞ്ചയിൽ വെച്ചാ കണ്ടുമുട്ടിയത് ആരെ? മൂസാ നബി ഖളർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ. ഒരു മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ട് BC 1600 നടക്കുന്നത്. നമ്മുടെ 3600 കൊല്ലം മുമ്പ് ഒരു മനുഷ്യൻ നടക്കുക സീനായി മരുഭൂമിയിൽ. ആരാണ് മനുഷ്യൻ? സയ്യിദുനാ മൂസ. സാലിസുൽ ബശരി ശറഫൻ വഫളാ. മാനവ കുലം കണ്ടതിൽ മൂന്നാമത്തെ മഹാനാണ് മൂസാ നബി അലൈഹി സ്വലാം. എങ്ങനെയുണ്ട്? മാനവ കുലം കണ്ടതിൽ മൂന്നാമത്തെ മഹാനാണ് സയ്യിദുനാ മൂസ. ഉറക്കപ്പറ സയ്യിദുനാ മൂസ. മൂസാ നബി നടക്കും. ആയിരക്കണക്കിന്. നിങ്ങൾ അറ്റ്ലസ് എടുത്ത് നോക്കൂ, എത്രയാണ് ദൂരം. മനസ്സിലായില്ലേ? സീനായി മരുഭൂമിയിൽ നടക്കുക. അതിനിടയിൽ എന്തൊക്കെ കിടക്കണം? സീനായി മരുഭൂമി കഴിഞ്ഞിട്ട് സീനായ് ഫലസ്തീൻ മുഴുവനും കടന്നിട്ട് ഇസ്രായേൽ കടന്നിട്ട് പിന്നെ ലെബനാൻ കടന്നിട്ട് ലിബിയ കടന്നിട്ട് സുഡാന് സഹറാവ് കഴിഞ്ഞിട്ട് പിന്നെ മൊറോക്കോവിലേക്ക് കയറിയിട്ട് മൊറോക്കോവിന്റെ മുനമ്പെത്തണം. എത്ര രാജ്യങ്ങൾ കിടക്കണം? സീനായ് മരുഭൂമിയിൽ നിന്ന് ആയിരക്കണക്കായ കിലോമീറ്റർ നടന്നു പോകുകയാണ് ഒരു മനുഷ്യൻ, സയ്യിദുനാ മൂസ. ഈ മനുഷ്യൻ അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്ക് എന്നെ ഖുർആനിൽ അത്ഭുതപ്പെടുത്തിയ വാക്കാണ്. ഹുഖ്ബ എന്നാൽ യുഗങ്ങൾ. അതായത് ഒരാളെ എനിക്ക് കണ്ടുമുട്ടാനുണ്ട്, കണ്ടുമുട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നൂറ്റാണ്ടുകൾ നടന്നു പോകും, എന്നാലും മടങ്ങി വരില്ല എന്നർത്ഥം. മനസ്സിലായില്ല? അവിടെ മൂസാ നബി പോകുമ്പോൾ ഇസ്രായേലിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ പോവാണ്, ഞാൻ അന്വേഷിച്ചു പോവാണ്, ഒരാളെ അന്വേഷിച്ചു പോവാം. എങ്ങാനും ആ ആളെ കിട്ടിയിട്ടില്ലെങ്കിൽ യുഗങ്ങൾ ഞാൻ തീർന്നാലും അങ്ങോട്ട് നടക്കും, എനിക്ക് മടങ്ങി വരാൻ കഴിയില്ല, എനിക്ക് ആളെ കാണാതെ മടങ്ങി വരാൻ കഴിയില്ല എന്ന് പറയാം. യുഗങ്ങൾ യുഗങ്ങൾ. ഇന്ന ജഹന്നമ കാനത് മിർസ്വാദൻ ലിത്വാഗീന മആബ ലാബിസീന ഫീഹാ അഹ്ഖാബ. യുഗങ്ങൾ യുഗം. ഞാൻ യുഗങ്ങൾ നടന്നാലും ഞാൻ വിട്ടുകിടന്നാലും ഞാൻ മടങ്ങി വരില്ല എന്ന് സയ്യിദുനാ മൂസ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്താണ് അതിൻ്റെ ഒരു കാര്യം? ഒരു മനുഷ്യനെ കാണാൻ വേണ്ടിയാ പോകുന്നത്. ഈ ആൾ ആരാണ്? ഏത് നേരവും സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുന്ന ആളാണ് സയ്യിദുനാ മൂസ. മനുഷ്യന്മാർ ഇതിനെല്ലാം ഒരു ഔട്ട്പുട്ട് ഉണ്ട്. മനുഷ്യന്മാരെ പോലത്തെ മനുഷ്യന്മാരെ കാണാതെ നന്നാവൂല. മനുഷ്യന്മാരെ പോലത്തെ മനുഷ്യന്മാരെ കാണുന്നതിന് പകരമാണ് മനുഷ്യന്മാരെ മറവ് ചെയ്ത മഖബറകൾ കാണുക. അതൊരു പരിഹാരമാണ്, ഒരു അളവോളം പരിഹാരമാണ്. ഞാൻ 2 വാക്ക് പറഞ്ഞു. മനുഷ്യന്മാരെ പോലത്തെ മനുഷ്യന്മാരെ കാണാതെ നന്നാവൂല. ഇനി അത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ പരിഹാരം, മനുഷ്യന്മാരെ പോലത്തെ മനുഷ്യന്മാർ ഉറങ്ങുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി അവരെ കാണാം. ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്യുന്ന പ്രത്യേകത ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ. എങ്കിൽ ഇത്തരം മനുഷ്യന്മാരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ആ അവസ്ഥയിലേക്ക് നമ്മൾ മടങ്ങി വന്നിട്ടില്ലെങ്കിൽ നന്നാവില്ല. മോഡേൺ ഇസ്ലാം എന്ന് പറയുന്നത് ദീനിന് വിരുദ്ധാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ.
അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇത് ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങൾ ഗൗരവമായി ചിന്തിക്കണം. കേരളം മുഴുവനും ഇസ്ലാമിക ദഅവത്ത് ചെയ്തിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ തൃശ്ശൂർ കഴിഞ്ഞാൽ ചെരിപ്പൂരി കൈ പിടിക്കുന്നതാണ്. ഓച്ചിറയിലെ ഉസ്താദിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആരാ മനുഷ്യൻ? പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ. മനസ്സിലായില്ല? ഓച്ചിറയിലാണ് ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദ്. തൃശ്ശൂർ കയറി കഴിഞ്ഞാൽ, തൃശ്ശൂരിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെരുപ്പ് ഊരി കൈ പിടിക്കുന്ന ഉസ്താദിനെ സിയാറത്ത് ചെയ്യാൻ പറ്റും. ഉസ്താദ് എവിടെയാ? ഓച്ചിറ പള്ളിയുടെ പള്ളിപ്പറമ്പില്ല. ഓച്ചിറയിലേക്ക് സിയാറത്തിന് പോകുമ്പോൾ തൃശ്ശൂരെത്തിയ കയ്യിൽ ചെരുപ്പൂരി കൈ പിടിക്കുന്ന ആര്? പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ആ മനുഷ്യന്റെ നാവിന്റെ പ്രഭയാണ് ഈ കേരളത്തിൽ ഇസ്ലാമിക ദഅവത്തിന് ഇത്രമേലെ വിശാലത ഉണ്ടാകാൻ ഒരു പ്രധാനപ്പെട്ട കാരണം. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നിങ്ങൾ ചിന്തിക്കുക, അതൊക്കെ വളരെ വലിയ സത്യമല്ലേ? അതൊക്കെ വളരെ വലിയ യാഥാർത്ഥ്യമല്ലേ? അപ്പൊ ഞാനത് വിശദീകരിച്ച് പറയുന്നില്ല. നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ ഈ പ്രഭാഷണം കൊണ്ട് ഹാജയെ പഠിപ്പിച്ചു തരാൻ കഴിയില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ മാത്രമേ കഴിയൂ. അതിനെല്ലാവരും തയ്യാറാണ്. അതെല്ലാവരും മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെയുള്ള മഹാന്മാരെ കുറിച്ചുള്ള നല്ല ചിന്ത ഉണ്ടാകണം. അവരെ കുറിച്ച് നല്ലത് പറയുകയും നല്ലത് കേൾക്കുകയും അവരെ പറ്റി നല്ലത് മനസ്സിലാക്കുകയും വേണം. ചരിത്രത്തിൽ തസവുഫ് ഇല്ലാത്ത ആളുകൾക്ക് ഒരിക്കലും ഉയരാൻ കഴിയില്ല. തസവുഫാണ് കാര്യത്തിന്റെ മർമ്മം. കേരളം കണ്ട ഏറ്റവും വലിയ തസവുഫിന്റെ ആലിം, ബഹുമാനപ്പെട്ട തസവുഫ് ഒരു വിഷയമായിട്ട് അതിൽ പ്രത്യേകമായ ഡിഗ്രി എടുത്ത ഒരാളുണ്ടായിരുന്നു, കേരളത്തിന്റെ ഒരു മഹാനായ മനുഷ്യൻ. ആ മഹാനായ മനുഷ്യനാണ് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു മഹാൻ. അറിയൂലേ ആര്? തസവുഫ് ഐച്ഛിക വിഷയമായ ഡിഗ്രി എടുത്തു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. തസവുഫ് ഡിഗ്രി, തസവുഫിനാ പഠിച്ചത്. അതാണ് എന്താണ് ആ മനുഷ്യന്റെ ഗുണം? ഒരു ഭാവമാറ്റം ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഈ അടുത്ത ദിവസം ഒരാൾ തങ്ങളോട് ഒരുപാട് കാലം സഹവസിച്ച ഒരാൾ പറഞ്ഞു, തങ്ങൾക്കൊരു ഭാവമാറ്റം കാണില്ല. മരിച്ചാലും ജീവിച്ചാലും പറഞ്ഞാലും എന്തിനും ഭാവമാറ്റില്ല. അത് ഉറപ്പാണ്. എന്ത് പ്രശ്നമാണെങ്കിലും ഒരു പത്രം ഒരിക്കൽ തങ്ങളെ കുറിച്ച് കൊടുത്ത ഹെഡിങ് പ്രക്ഷോഭങ്ങൾക്കിടയിലും അക്ഷോഭ്യൻ എന്ന ഒരു വാക്കാണ്. പ്രക്ഷോഭങ്ങൾക്കിടയിലും അക്ഷോഭ്യൻ. അതിന് കാരണം തസവുഫ. അത് ഉള്ളിലുള്ള ഉള്ളിലുള്ള ആ ഒരു ദർശനത്തിന്റെ ആഴാണ്. അത് കൽബിനോടും അവയവങ്ങളോടും കൂടിമുട്ടിയതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് സമയം കഴിയുന്നത് കൊണ്ട് ഞാനിങ്ങനെ പോയാൽ എൻ്റെ നാവങ്ങനെ നീണ്ടുപോകും. എനിക്ക് 1000 നാവുള്ള മൗനം എന്ന് പറഞ്ഞില്ലേ യൂസുഫ് അലി എന്നതുപോലെയാണ് ഈ വിഷയം പറയുമ്പോൾ എനിക്ക് 1000 നാവാണ്. കാരണം അങ്ങനെ നമ്മൾ നന്നാവും. നല്ലവരെ പറ്റി ചിന്തിച്ചാൽ നന്നാവും. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇബ്നു അബ്ബാസ് എന്നൊരു മനുഷ്യൻ പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുക. ഈ മനുഷ്യൻ പറയാണ്, ഞാൻ എപ്പോഴും ഞാൻ എപ്പോഴും സിദ്ദീഖിനോടും ഉമറിനോടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരെ ഞാൻ എപ്പോഴും മദ്ഹ് പറയും. ഒരു സദസ്സിലിരുന്ന സിദ്ദീഖിനെ പറയലും മദ്ഹ് ഉമറിനെ പറയലും എൻ്റെ രീതിയാണ് എന്ന് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് എന്ന്. അപ്പോൾ ആളുകൾ ചോദിച്ചു, എന്തിനാ വേറെ ഇവിടെ ആളില്ലേ? അപ്പോൾ പറഞ്ഞു, അവരെ ഞാൻ ഇങ്ങനെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനും കയറി നിൽക്കാൻ വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ്. മനസ്സിലായില്ല? അവരെ പറ്റി പറഞ്ഞാല് അവരെ അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളെ ഒഴിവാക്കിയിട്ടൊന്നും അവർ പോകില്ലല്ലോ. ഞാൻ അതിന്റെ ഇടയിൽ കയറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവരെ പറ്റി മദ്ഹ് പറയുന്നതെന്ന് ആര്? അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ് എന്ന് പുണ്യനബി പറഞ്ഞിട്ടുള്ള സയ്യിദുനാ ഇബ്നു അബ്ബാസ്. എടാ അതൊക്കെ അങ്ങോട്ട് പഠിക്കുക. ഞാൻ പറയുന്നത് നിങ്ങളോടാണ്, നിങ്ങൾ വിചാരിക്കരുത്. ഇതൊക്കെ എഴുതി തള്ളിയ കുറച്ച് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. തസവുഫില്ലാത്ത ദീനുണ്ടാവില്ല, ഖൽബ് നന്നാവില്ല. തസവുഫില്ലാത്തവർ തോറ്റു പോകേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവരിങ്ങനെ അക്കല കൊക്കലാന്ന് പറയുന്നല്ലാതെ ഒരു വേദിയിൽ തോറ്റു പോകേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കണം. ഞാനതൊന്ന് നീട്ടി നിങ്ങളോട് വിശദീകരിച്ച് പറഞ്ഞില്ല. ഇന്ത്യയിലെ കേരളത്തിലെ ഒരു ഹൈന്ദവ താർക്കികൻ ഒരിക്കൽ എന്നോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹവുമായി തർക്കിച്ചിട്ടുള്ള ചില സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ട് കേരളത്തിലെ പ്രഗത്ഭനായ ഒരു ഹൈന്ദവ താർക്കികൻ എന്നോട് പറഞ്ഞു, തസവുഫ് അല്ലാത്ത മറ്റൊന്നിനെയും ഞങ്ങൾ ഹൈന്ദവ പണ്ഡിതന്മാർക്ക് ഭയമില്ല എന്ന് പറഞ്ഞു. ചില കാരണങ്ങളും ന്യായങ്ങളും അയാൾ പറയുകയും ചെയ്തു. തസവുഫിനെ മാത്രമേ ഞങ്ങൾക്ക് പേടിയുള്ളൂ എന്ന് പറഞ്ഞു. തസവുഫ് അല്ലാത്ത സത്യമാണ്. ദീനിന്റെ ആത്മാവ് എന്നാണ് തസവുഫ്. ആ തസവുഫ് ഇല്ലാത്തവരെല്ലാം അതിന്റെ പല ആളുകളുടെ മുന്നിലും അള്ളാന്റെ ദീനിന്റെ വില കെടുത്തിട്ട് മടങ്ങിപ്പോണം. പരപ്പനങ്ങാടിക്കടുത്ത് യൂക്കലാനാഥനുമായി ഒരു വാദപ്രതിവാദം നടത്തി കേരളത്തിലെ ഒരു വലിയ താർക്കികൻ. ഒറ്റ വാക്കുകൊണ്ട് ഞാൻ അവിടുന്ന് ഓടുകയാണ്.
അങ്ങനെ രാത്രി 12-1 മണിയായിട്ടും അള്ളാഹു ഉണ്ടെന്ന് സ്ഥാപിക്കാൻ താർക്കികന് കഴിഞ്ഞില്ല. പിന്നെ നാവ് ഏറി നിന്നത് യൂക്കലാനാഥന്റെ സഭ അങ്ങോട്ട് പിരിഞ്ഞു. പല ആളുകൾക്കും ഐഷ നിസ്കരിക്കണമെന്നും തോന്നിപ്പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പരപ്പനങ്ങാടിക്കാർ ഒരു സംഘം ആളുകൾ എന്നോട് പറഞ്ഞു, തർക്കിക്കാനൊന്നും വേണ്ടിയല്ല, അള്ള ഉണ്ട് എന്നൊന്ന് പറഞ്ഞു കൊടുക്കണം, ഒരു ദിവസത്തെ അള്ളന് വരണം. അതെന്തെന്ന് വെച്ചു, നമ്മളാളുകൾക്ക് തന്നെ ചെറിയ ഒരു ഡൗട്ട് കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാനൊരു ബാക്കി പറയുന്നില്ല. എന്ത്, അതായത് മഗ്‌രിബൊക്കെ നിസ്കരിച്ച് പോയ യൂക്കലാനാഥന്റെ പ്രസംഗം കേൾക്കാൻ പോയ ആളുകൾ എതിർക്കാനും ഒരാളുണ്ട് നമ്മളെ പക്ഷത്ത്. പക്ഷെ ആൾക്ക് കുഴപ്പമില്ലാണ്, തസവുഫില്ല, ആഴല്ല, മുഗൾ പരപ്പില ഈ നേരെ ഡിക്ഷണറി എന്ന് എടുത്തിട്ട് ആയത്തിന് ഇങ്ങനെ അർത്ഥം വെച്ച് പായുന്ന പണിയാണ്. എൻ്റെ അടിയിലേക്ക് ഇറങ്ങിപ്പോയിട്ടില്ല. അവസാനം എന്തായെന്നറിയാം, മുസ്ലിമീങ്ങൾക്ക് തന്നെ കുറച്ചാളുകൾക്ക് തോന്നിപ്പോയി അള്ള ഇല്ലാന്ന് വരുമോ. അള്ളാഹു കാക്കട്ടെ, പിടിച്ചോനെ, അള്ളാഹു നമ്മെ കാക്കട്ടെ, അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. നേരെ മറിച്ച് അതൊന്നുമല്ല, മുഹമ്മദ് എന്ന മനുഷ്യന്റെ കയ്യെ ഫുലാല കുത്താൻ വേണ്ടിയിട്ട് കഅബാലയത്തിന്റെ കില്ലകൾക്കിടയിൽ ഒരാൾ പുണ്യനബിയെ കുത്താൻ വേണ്ടി മറഞ്ഞു നിന്നു എന്ന് മക്ക ഫതഹ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം. പുണ്യനബി മക്കയെ താമസിക്കുന്ന ദിവസങ്ങളിൽ എന്തിന് ഇനി ഏതായാലും എതിരിട്ട് കൊല്ലാൻ കഴിയില്ല. യുദ്ധത്തിന് അത്ര വലിയ പ്രൗഢിയിലായിട്ടുണ്ട് മുഹമ്മദ് നബി, മക്കയിലും പിടിച്ചടക്കി. അപ്പൊ ഇയാളിങ്ങനെ ഒതുങ്ങിയിട്ട് നിന്ന് തലേ ദിവസം റസൂലുള്ളാഹിന്റെ മുന്നിൽ. പിന്നെ അയാൾക്ക് നബിയെ കൊണ്ട് കൈകാര്യം ചെയ്യണമെന്ന് തോന്നി. കൊല്ലാൻ വേണ്ടി കത്തിയും എടുത്തിട്ട് അയാൾ കഅബാലയത്തിന്റെ കില്ലകൾക്ക് ഓരോ തവണയും ഇങ്ങനെ വരുമ്പോൾ ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കുത്താൻ കഴിയില്ല. 6 തവണ റസൂൽ തവാഫ് ചെയ്യുമ്പോഴാണ് കുത്താൻ ഒരുങ്ങിയത്. 6 തവണ കഴിഞ്ഞു. 7ാമത്തെ തവണ കുത്തിയിട്ടില്ലെങ്കിൽ ഊഴ നഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് 7ാമത്തെ തവണ ഞാനെന്ന് അങ്ങോട്ട് മുന്നോട്ടാഞ്ഞപ്പോൾ ഞാൻ എന്റെ കയ്യിൽ നിന്ന് വാള് വീണുപോയി. അപ്പോൾ അനക്കം കണ്ട റസൂൽ ഓടി വന്നു, ഫുലാല എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് കുറുള്ള, ഞാൻ ദിക്ർ ചെല്ലാണ്. അപ്പൊ അങ്ങോട്ട് ചിരിച്ചു, ദിക്ർ ചെല്ലുന്നാണോ എന്ന് ചോദിച്ചു. അതോടുകൂടെ എൻ്റെ കാറ്റ് പോയി. എനിക്ക് കൊല ഉറപ്പാ. കാരണം മക്കയിലെ ഛത്രാധിപതിയാണെന്ന് മുഹമ്മദ് നബി. മക്ക ഫതഹിന്റെ പിറ്റേ ദിവസം എന്താ ആ മനുഷ്യനെതിര് പറയാൻ ഒരാളില്ല. ഞാൻ പേടിച്ച് പറിച്ചപ്പോൾ എൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് വന്നു, എൻ്റെ നെഞ്ചിൽ ഇങ്ങനെ കൈവച്ചെന്നു. ഞാൻ അൽ അവാലി മുസ്സബ് ആ കൈയുണ്ടെന്ന് വെച്ചപ്പോൾ 7 ആകാശത്തിന്റെ മേലെയും കണ്ടു. അപ്പോൾ ഞാൻ ആ കാൽക്കണ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ പുറേക്ക് പായുന്നതിനിടയിൽ ഒരു വേശ്യപ്പെണ്ണുണ്ടായിരുന്നു, എൻ്റെ ഒരു പറ്റുകാരിയായ ഒരു വേശ്യപ്പെണ്ണുണ്ടായിരുന്നു. അവളടുത്തേക്ക് എൻ്റെ ഭാര്യയെ വെട്ടിച്ചിട്ട് ഞാൻ പോകാറുണ്ടായിരുന്നു. വഴിയിൽ അവളെ കണ്ടപ്പോൾ അവൾ പറഞ്ഞു, ആ ഫുലാല താൽ താൽ, നല്ലൊരു ഊഴമാണ് ഫുലാല, ഇന്ന് എൻ്റെ പതിവുകാരും വന്നിട്ടില്ല, ഇങ്ങോട്ട് വാ ഫുലാല എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ആസ്രഹിക്കില്ല യാ ഹബീസ, വൃത്തിയട്ടോളെ, പടച്ചോൻ ഞാൻ നന്നാക്കി തരട്ടെ, എൻ്റെ തലേന്ന് അതൊക്കെ പോയിട്ടുണ്ട്, ഇപ്പൊ എനിക്ക് ഭൂമിയും ആകാശവും സ്ഥലം അറിയാവണില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്റെ പെണ്ണുണ്ടായിട്ടുള്ളൂ, കയ്യൊന്ന് പിടിച്ചിട്ട് ഇന്നിങ്ങനെ വെച്ചു, കഴിഞ്ഞു, ഹലാസ്. അതിനിപ്പോ എന്താ പറയാന്നൊന്നും എനിക്കറിയില്ല. അത് കണക്ഷൻ കൊടുക്കലാണ്, അതൊരു കണക്ഷൻ കൊടുക്കലാണ്, ഒറ്റ കണക്ഷൻ കഴിഞ്ഞ അങ്ങനെയാണ്. ഞാൻ ഒരുപാട് ഹദീസ് പഠിച്ചിട്ടുണ്ട്, മറന്നു പോവാണ് നബിയെ പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ നീ കുറച്ച് ചവനപ്രാശം ഉണ്ടാക്കി കുടിച്ചോ എന്നല്ല മുഹമ്മദ് നബി പറഞ്ഞത്. ഹോബസുത്തരിതാക്കുന്ന എൻ്റെ വസ്ത്രം കൊണ്ട് വിരിക്കുന്നതാണ്. വിരിച്ച് റസൂൽ അത് കൂട്ടിപ്പിടിച്ചിട്ട് ഒറ്റ പിടുത്തം കൊണ്ട് പിടിച്ചു, ഇവിടെ വെക്കുന്നതാണ്, ഇവിടെ വെച്ചു, ഇനി പോയിക്കോ. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു ഹദീസ് പോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് റസൂലുള്ള ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ വെച്ച ആ ഒരു തട്ടം ഞാൻ എൻ്റെ തട്ടം എടുത്തിട്ട് എൻ്റെ ഇവിടെ നിന്ന് വെച്ചിട്ടേ ഉള്ളൂ. അത്തരം മനുഷ്യന്മാരുടെ സ്ഥാനത്തിലേക്ക് ബദ്രീങ്ങൾ എന്നൊരു കൂട്ടരില്ലേ. ബദ്രീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു തെറ്റ് ചെയ്യാൻ ലൈസൻസ് കൊടുത്തവനെ. ഒറ്റ വാക്ക്, ഒരു ഉദാഹരണം ഹദീസ് ബുഖാരിയിൽ ഇങ്ങനെയാണ്. ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ അള്ളാഹു തആല ബദ്രീങ്ങളോട് പറഞ്ഞു, ഇനി എന്ത് ചെയ്തോളും, ഞാൻ നരകത്തിൽ ഇടൂല. ലൈസൻസ് നമ്മോടെങ്ങാനും അള്ള പറഞ്ഞതാണ്. ഒരു ദിവസം പറഞ്ഞാൽ ഒറ്റ ദിവസം പോരെ കടന്നുറങ്ങൂല, ഞാൻ ബാക്കി പറയണില്ല. ചെയ്തോളൂ, ഞാൻ എന്താണെങ്കിലും നിങ്ങൾ ശിക്ഷിക്കൂല. അങ്ങനെ അവരെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹാബി കുറ്റം പറഞ്ഞു. ബദ്രീങ്ങളിൽപ്പെട്ട ഒരു സഹാബി വേറൊരു സഹാബി ആക്ഷേപിച്ചിട്ടില്ല, ആക്ഷേപിക്കാൻ കൂടി. ആരാ കൂടി എന്നറിയോ? ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു.
ആരെ? ആയിഷ ബിവിയെയും സഫ്വാൻ ഇബ്നു മുഅത്തലിനെയും കൂട്ടിയിട്ട് ഒരു അനാവശ്യം മുനാഫിഖീങ്ങൾ പറഞ്ഞു പരത്തിയപ്പോൾ ഒന്ന് കൂടി. അങ്ങനെ ഉണ്ടല്ലോ ചില വിഷയങ്ങൾ ആരോ പറഞ്ഞുണ്ടാക്കും, പിന്നെ കൂടെ എല്ലാവരും അങ്ങനെ. അങ്ങനത്തെ ഒരു ട്രെൻഡ് നമ്മൾ അന്നും ഇന്നും ഉണ്ട്. അങ്ങനെ പറയും, എന്താ പറയുന്ന ലൈസൻസ് ഒന്നും ഉണ്ടല്ലോ, അങ്ങനെ പറയും. അങ്ങനത്തെ സുഖം നമ്മുടെ ഇടയിലുണ്ട്. ബഹുമാനപ്പെട്ട ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹയെയും സഫ്വാൻ ഇബ്നു മുഅത്തലിനെയും കുറിച്ച് ആ അഭിപ്രായക്കേട് പറഞ്ഞുണ്ടാക്കിയ ഖുറൈശല്ല മുനാഫിഖീങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ കൂടി മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ ഒരാൾ കൂടിപ്പോയി. ആര്? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആർക്കെതിരെയുള്ള അഭിപ്രായത്തിലാണ് കൂടിയത്? സഫ്വാനെതിരെയും ആയിഷക്കെതിരെയും റളിയല്ലാഹു അൻഹു. ആയിഷ ബീവി എന്ന് പറഞ്ഞാൽ ഹബീബ നബിയുടെ ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന ശരീര. ആ ശരീരത്തിന് ആകാശം ഭൂമിയൊന്നും സ്ഥലം മതിയാവില്ല. അങ്ങനത്തെ ശരീര ആരുടേത്? ആയിഷ ബീവിയുടേത് റളിയല്ലാഹു അൻഹ. പിന്നെ സഫ്വാൻ എന്ന് പറഞ്ഞാൽ മലക്കൂത്ത് സമാവാത്തിൽ നിന്ന് അള്ളാഹു കബൂലാക്കിയ ആളുകളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് സഫ്വാൻ ബിൻ മുഅത്തൽ. കാരണം മിൻ അഹ്ലി ബദ്റ. അഭിപ്രായക്കേട് പറയാൻ വേണ്ടി ഒന്ന് കൂടിപ്പോയി. ഉടനെ ആ സംഭവം തീരുമാനമായപ്പോൾ കണ്ണങ്ങോട്ട് പൊട്ടി. ആരുടെ കണ്ണുപൊട്ടി? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുപൊട്ടി. മനസ്സിലായില്ല? ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ കണ്ണ് പൊട്ടി. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് പൊട്ടി. ഹസ്സാൻ ആരാ? ഭയങ്കര മഹാനാ, പക്ഷെ കണ്ണുപൊട്ടി. കാരണം എന്തേ? കാരണം അത്രയും വലിയ സ്ഥാനമുള്ള ആളുകളാണ് അവരൊക്കെ. അള്ളാഹുവിന്റെ ലോകത്ത് വലിയ ഉന്നതരാ. അതിൽപ്പെട്ടതാ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു. സുബഹി നിസ്കരിച്ചാലും കുറച്ചു നേരം കിടക്കേണ്ടി വരും. അതുകൊണ്ടാണ് യുദ്ധത്തിന് പോകുമ്പോൾ റസൂലുള്ള ബാക്കിലാക്കുന്നത്. സഫ്വാൻ കുറച്ചും കൂടെ കടന്നോട്ടെ എന്ന് വിചാരിച്ചത്. അങ്ങനെയാണ്. സഫ്വാന്റെ ഭാര്യ എന്ന് നബിയോട് വന്ന് പറയും, നബിയെ സഫ്വാനെ എത്ര ഇളക്കിയാലും അങ്ങോട്ട് ഇളകൂല, ഈ സുബഹിക്ക് എണീറ്റൊക്കെ കിട്ടാൻ വലിയ പാടാണ് എൻ്റെ സഫ്വാന്. ഭാര്യ വന്നിട്ട് നബിയോട് പറയും. അതുകൊണ്ട് സഫ്വാനെ സുബഹി നിസ്കരിച്ചാലും കുറച്ചു നേരം കിടക്കും. അങ്ങനെയാണ്. പക്ഷെ ആള് ഭയങ്കര ആളാ. ആരാ? അഹ്ലു ബദ്റ. ഈ സഫ്വാനെ ആക്ഷേപിച്ചതിന്റെ പേരിൽ കണ്ണ് പൊട്ടിപ്പോയി. ആരുടെ കണ്ണ് പൊട്ടി? ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു. ഞാൻ വിശദീകരിക്കണില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയൊക്കെയുള്ള ചില കോലങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പിടിച്ചത് മാത്രമാണ് ശരി എന്ന് ചിന്തിക്കരുത്. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ബഹുമാനപ്പെട്ട ഖാജയുടെ ചരിത്രം പറയുകയാണ്. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു ഉപ്പയുടെ പേര് റിയാസുദ്ദീൻ എന്നാണ്. റിയാസുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി. ഉമ്മയുടെ പേര് സയ്യിദ മാഹിനൂർ എന്നാണ്. പിതാവ് വലിയ പണ്ഡിതനായിരുന്നു, ആരിഫായിരുന്നു, സൂഫിയായിരുന്നു. അസ്ലി അവര് സെഞ്ചരികളാണ്. പിന്നീട് അവര് ഖുറാസാനിലേക്ക് വന്നതാണ്. സെഞ്ചറിൽ ആഭ്യന്തര കലഹം ഉണ്ടായപ്പോൾ ഖുറാസാനിലേക്ക് വന്നു എന്നാണ് ചരിത്രം. ബഹുമാനപ്പെട്ടവരുടെ ജനനം ഹിജ്റ 530. ഹിജ്റ 530 ഖുറാസാനിൽ ജനിച്ചു. റജബ് 14 ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു ഹസൻ മുഈനുദ്ദീൻ എന്ന് പേരിട്ടു. ഹസൻ എന്നാണ് ഒറിജിനൽ പേര്. പിന്നെ മുഈനുദ്ദീൻ എന്ന് കൂടി കൂട്ടിയിട്ടു. ഹസൻ മുഈനുദ്ദീൻ എന്ന് വിളിപ്പേര് ബാപ്പ വിളിക്കും. ബാപ്പ വലിയ ആബിദായിരുന്നു, വലിയ സൂഫിയായിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ പിതൃപരമ്പരയും മാതൃപരമ്പരയും രണ്ടും മുസ്തഫ നബിയിലേക്ക് എത്തിച്ചേരും. പിതൃപരമ്പര ഞാൻ ഓടിച്ചു വായിക്കാം, മാതൃപരമ്പരയും ശ്രദ്ധിക്കുക. ഉപ്പയുടെ പേര് ഖാജ ഗിയാസുദ്ദീൻ, അവരുടെ ബാപ്പ സയ്യിദ് കമാലുദ്ദീൻ, അവരുടെ ബാപ്പ സയ്യിദ് അഹമ്മദ് ഹുസൈൻ, അവരുടെ ബാപ്പ സയ്യിദ് നജ്മുദ്ദീൻ, അവരുടെ ബാപ്പ സയ്യിദ് ത്വാഹിർ, അവരുടെ ബാപ്പ സയ്യിദ് അബ്ദുൽ അസീസ്, അവരുടെ ബാപ്പ സയ്യിദ് ഇബ്രാഹിം, അവരുടെ ബാപ്പ സയ്യിദ് ഇദ്രീസ്, അവരുടെ ബാപ്പ സയ്യിദ് മൂസൽ കാളിം റളിയല്ലാഹു അൻഹു. അവരുടെ ബാപ്പ മൂസൽ കാളിം ഭയങ്കര മഹാനാണ്. അല്ലാഹു തആല ആ മഹാനോടുകൂടെ ഫിർദൗസിൽ കൂടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഭയങ്കര മഹാനാണ്. അവരുടെ ബാപ്പ കൂഫയിലാണ്, അവരുടെ ഖബർ ഇറാഖിലാണ്, കൂഫയിലാണ്. അല്ലാഹു തആല അതൊക്കെ പോയി കാണാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇറാഖിന് അല്ലാഹു തആല സമാധാനപൂർണ്ണമായ ഒരു ഭാവി നൽകട്ടെ. അവരുടെ ബാപ്പ ബഹുമാനപ്പെട്ട ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ആണ്. അവരുടെ ബാപ്പ സയ്യിദ് മുഹമ്മദ് ബാഖറാണ്. അവരുടെ ബാപ്പ ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ, അവരുടെ ബാപ്പ സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 12ാമത്തെ പൗത്രനാണ് ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു. മാതാവഴിയുടെ പരമ്പരയും ബഹുമാനപ്പെട്ട മറ്റൊരു വഴിയിൽ ബഹുമാനപ്പെട്ട
അഹ്ലു ബൈത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എത്തിച്ചേരും. മാതാവിന്റെ പേര് സയ്യിദ മാഹിനൂർ, അവരുടെ പിതാവ് സയ്യിദ് ദാവൂദ്, അവരുടെ പിതാവ് സയ്യിദ് അബ്ദുള്ള ഹംബലി, അവരുടെ പിതാവ് സയ്യിദ് യഹ്യ സാഹിദ്, അവരുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് മുഖരിസ്, അവരുടെ പിതാവ് സയ്യിദ് ദാവൂദ്, അവരുടെ പിതാവ് മൂസൽ ജൗനി, അവരുടെ പിതാവ് അബ്ദുല്ലാഹിൽ മഹദി, അവരുടെ പിതാവ് ഹസനുൽ മുസന്ന, അവരുടെ പിതാവ് ബഹുമാനപ്പെട്ട സയ്യിദ്ന ഇമാം അലി റളിയല്ലാഹു അൻഹു. ഇമാം അലി റളിയല്ലാഹു അൻഹുവിനെ ഫാത്തിമ ബീബി അല്ലാത്തവരിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട ഹസനുൽ മുസന്ന റളിയല്ലാഹു അൻഹു. അവർ വഴിയിലേക്ക് എത്തിച്ചേരും ബഹുമാനപ്പെട്ട ഉമ്മ വഴി. ഉമ്മയുടെ പേര് സയ്യിദ മാഹിനൂർ എന്ന്. ബഹുമാനപ്പെട്ടവരുടെ ചരിത്രത്തിന്റെ ഏറ്റവും ഗൗരവമായ കാര്യം അവരുടെ 14-ാമത്തെ വയസ്സിലാണ്. 14-ാമത്തെ വയസ്സിൽ 15 എന്നും ചില താരീഖുകളിൽ കാണുന്നുണ്ട്. അവരുടെ പിതാവ് മരണപ്പെട്ടു, ബഹുമാനപ്പെട്ട റിയാസുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി. ഒരൊറ്റ കൊല്ലം കഴിഞ്ഞപ്പോൾ 15 അല്ലെങ്കിൽ 16-ാമത്തെ വയസ്സിൽ അവരുടെ ഉമ്മ സയ്യിദ മാഹിനൂർ അവർ വഫാത്തായി. അതവരുടെ തികച്ചും യതീമായി ചെറുപ്പത്തിൽ തന്നെ. ഖുറാസാനിൽ ഒരു തോട്ടമുണ്ടായിരുന്നു. ആകെ ബാപ്പയുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു തോട്ടയിൽ. ആ തോട്ടത്തിൽ ഇങ്ങനെ പണിയെടുത്തുകൊണ്ട് ജീവിച്ചു ബഹുമാനപ്പെട്ടവർ. ശ്രദ്ധിക്കണേ, ഞാനിങ്ങനെ പറയാണ്, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചരിത്രത്തിൽ നിന്ന് ഇങ്ങനെ ഉദ്ധരിച്ച് ഓടിപ്പോവാ, ആരും മറക്കരുത്. അള്ളാഹു ഇതൊരു പ്രധാനപ്പെട്ട റഫറൻസ് ആക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഒരു ഉമ്മയും ബാപ്പയും മരിച്ചു 14 അല്ലെങ്കിൽ 15 വയസ്സുകളിൽ. ഒരു കൊല്ലത്തിന് മുമ്പ് ഉമ്മ മരിച്ചു, ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ബാപ്പ മരിച്ചു, ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഉമ്മ മരിച്ചു. പൂർണ്ണ ഏകനായി ബഹുമാനപ്പെട്ട യതീമായി, എല്ലാ നിലക്കും യതീമായി ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ഹസൻ മുഈനുദ്ദീൻ എന്ന് പറഞ്ഞ മഹാനവർകൾ. അങ്ങനെ ബഹുമാനപ്പെട്ടവര് ഈ ഉപ്പയുടെ തോട്ടം ഉണ്ടായിരുന്നു. ആ തോട്ടത്തിൽ ഇങ്ങനെ അധ്വാനിക്കും. പഴങ്ങളുണ്ട്, ആ പഴങ്ങളൊക്കെ ഖുറാസാനിൽ കൊണ്ടുപോയി വിൽക്കും, തോട്ടത്തിൽ അധ്വാനിക്കും. അങ്ങനെ ജീവിക്കും. തൻ്റെ കുഞ്ഞുനാളാണ്, അതായത് ബാല്യ കൗമാരത്തിൻ്റെ ഒക്കെ ആ ഒരു സമയമാണ്. വലിയ കാര്യങ്ങളൊന്നും ബോധ്യപ്പെട്ടിട്ടില്ല. ആ സമയത്ത് ഒരു മനുഷ്യൻ ബഹുമാനപ്പെട്ടവരുടെ അടുത്ത് വരികയാണ്. ആ മഹാന് ഒരു വഴിപോക്കൻ വരികയാണ്. ആ മഹാന്റെ പേരാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ഖന്ദൂസി റഹ്മത്തുള്ളാഹി അലൈഹി. ആ മനുഷ്യനാണ് ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിന്റെ വഴിത്തിരിവിന്റെ ഏറ്റവും വലിയ നിമിത്തം. ഇബ്രാഹിമുൽ ഖന്ദൂസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വലിയ മജ്ദൂബായിരുന്നു. വളരെ അള്ളാഹുവിന്റെ ഇഷ്ക് കൊണ്ട് ലോകത്തെ മറന്നുപോയ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ഖന്ദൂസി റഹ്മത്തുള്ളാഹി അലൈഹി. വഴിപോക്കനായി വന്നപ്പോൾ, ശ്രദ്ധിക്കണില്ലേ, വഴിപോക്കനായി വന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ തോട്ടത്തിലേക്ക് സ്വീകരിച്ചിട്ട് പിന്നെ ബഹുമാനപ്പെട്ടവർക്ക് ഒരു കൊല ഈത്തപ്പഴം കൊടുത്തു. ആ ഈത്തപ്പഴമൊക്കെ കഴിച്ച് വളരെ സന്തോഷിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ഖന്ദൂസി റഹ്മത്തുള്ളാഹി അലൈഹി എന്ത് ചെയ്തു? തന്റെ ബാണ്ടക്കെട്ട് തുറന്നിട്ട് ഒരു ഉണങ്ങിയ റൊട്ടി കഷ്ണം എടുത്തു. ആ റൊട്ടി കഷ്ണം എടുത്തിട്ട് ബഹുമാനപ്പെട്ടവര് തന്റെ ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തു? തന്റെ ഇബ്രാഹിമുൽ ഖന്ദൂസി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഭാണ്ഡക്കെട്ടുന്ന ഒരു ഉണങ്ങിയ റൊട്ടി കഷ്ണം എടുത്തു. ആ റൊട്ടി കഷ്ണം എടുത്തിട്ട് അങ്ങോട്ട് ചവച്ചിട്ട് നേരെ കൊടുത്തു. അത് കഴിച്ചപ്പോഴത്തിന് ആ വയറ്റിലെത്തിയപ്പോഴത്തിന് ബഹുമാനപ്പെട്ടവർക്ക് സുഹൃദ് അനുഭവപ്പെട്ടു. അതോടുകൂടെ സാഹിദായി, പിന്നെ ദുനിയാവ് വേണ്ട. പിറ്റേന്ന് രാവിലെ വഖഫായി എഴുതി വെച്ചു, ഈ തോട്ടം നാട്ടിലെ ഫുഖറാ മസാക്കീൻ, എന്നിട്ട് നാട് വിട്ടു. ഖുറാസാനിൽ വെച്ച് തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കി. പിന്നെ ബുഖാറയിലേക്ക്, റഷ്യയിലേക്ക് പോയി. ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റഹ്മത്തുള്ളാഹി റളിയല്ലാഹു അൻഹു. ഉറക്കെ പറയണം, ഭയങ്കര ആളാണ്. അല്ലാഹു ആ വലിയ മനുഷ്യന്റെ കൂട്ടത്തിൽ ഫിർദൗസിൽ കൂടാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ടവർ അങ്ങനെ നേരെ ആ തോട്ടം മുഴുവനും രണ്ട് അഭിപ്രായങ്ങൾ കാണുന്നുണ്ട്. തോട്ടം വിറ്റിട്ട് ഫുഖറാക്കൾക്ക് ദാനം ചെയ്തു. ഒരഭിപ്രായം ആ തോട്ടം തന്നെ വഖഫാക്കി പാവപ്പെട്ടവർ ഉപയോഗിക്കാൻ വേണ്ടി വഖഫാക്കിയിട്ട് നാട് വിട്ടു. കുടുംബം അടുത്ത കുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ അത്ഭുതപ്പെട്ടു പോയി, എന്തേ പറ്റിപ്പോയത് ഹസന്, എന്ത് സംഭവിച്ചു പോയി? ഇത്ര വാപ്പാക്ക് ആകെ അനന്തര സമ്പത്ത് അതല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൂടി ഇങ്ങനെ ഉപേക്ഷിച്ചാൽ എങ്ങനെ ഹസൻ ഇനി ജീവിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഹസന്റെ മനസ്സിൽ ചില തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവര് നേരെ എന്ത് ചെയ്തു? ഖുറാസാനിൽ വെച്ച് തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കി. എന്നിട്ട് നേരെ അക്കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ ദർസ് നടക്കുന്ന പ്രദേശം റഷ്യയിലെ ബുഖാറയിലാണ്. നേരെ ബുഖാറയിലേക്ക് പോയി. ഇനി യാത്രയാണ്. ഈ മനുഷ്യന്റെ ജീവിതത്തിലെ ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഭവം യാത്രയാണ്. ഒരായുസ് യാത്ര ചെയ്തങ്ങോട്ട് തീർത്തിരിക്കുക. അതൊരു യാത്രയാണ്. ഈ മനുഷ്യന്റെ അത്ഭുതം യാത്രയാണ്. ആയുസ് അങ്ങോട്ട് യാത്ര ചെയ്യാം.
എത്രയാന്ന് പറഞ്ഞാല് ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹുവിന്റെ ദർസിൽ പോയി ചേരുന്നുണ്ട്. ദർസിൽ പഠിപ്പിക്കാൻ വേണ്ടി ഉസ്താദ് ശിഷ്യനെയും കൂട്ടി നടന്നു 42 കൊല്ലം. അതാ പഠിപ്പ്. നമ്മൾ മുദരിസായിട്ട് പിന്നെ പതുപ്പും കൂടെ വാങ്ങും. ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ മുദരിസായി ദർസ് നടത്തി 40 കൊല്ലം ദർസ് നടത്തിയ ഷാളും കൂടി വാങ്ങുന്ന സമയമാണ് എന്ത് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. ഒന്നും വിചാരിക്കരുത്. അതാണ് അവരും നമ്മൾ തമ്മിൽ വ്യത്യാസം. യാത്ര തന്നെയാണ് യാത്ര. ആദ്യം എന്താ അവിടെ ഞാൻ പറയാം, ആ ഭാഗത്തേക്ക് വരാം. പാണ്ടക്കെട്ട് തലയിലേറ്റി നടത്തുക 42 കൊല്ലം. അതിൽ 20 കൊല്ലം ഒറ്റക്കും 22 കൊല്ലം കൂടെയും. അങ്ങനെയാണ് ബാണ്ടൊക്കെ തേറ്റിട്ട് അങ്ങോട്ട് നടത്തി. ഈ മനുഷ്യൻ പിന്നെ രാജാവിന്റെ മകളെ കല്യാണം കഴിച്ചത്. ആര്? ഇന്ത്യയിൽ വന്നിട്ട് രാജാവിന്റെ മകളെ കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കുന്ന ഒരു പെണ്ണിനെ, ഒരു ഹിന്ദു സ്ത്രീയെ കൊണ്ടുവന്നു. രാജാവിന്റെ മകൾ അവരുടെ കൽക്കൽ വീണ് എന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അടിമയായി സ്വീകരിക്കണം എന്ന്. അപ്പോൾ പറഞ്ഞു, ഞാൻ ദർവേഷാണ്, ഞാൻ ഫക്കീറാണ്. ദർവേഷുകൾ ആയ ആളുകൾക്ക് പെണ്ണുങ്ങളിൽ ആവശ്യം ഉണ്ടാവില്ല. എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് അടിമകളെ വേണ്ട. ദർവേഷായ ആളുകൾക്ക്, ഞങ്ങൾക്ക് ഹുദാ മസ്ത് പിടിച്ചവരാണ്, ഞങ്ങൾ പടച്ചോനെ മസ്ത് പിടിച്ചവരാണ്, ഞങ്ങൾക്ക് അങ്ങനെ പെണ്ണിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല, ഞങ്ങൾക്ക് അടിമയെ വേണ്ട, എന്നാൽ ഞാൻ പോവില്ല എന്നാണ്. പെണ്ണ് അവിടെ അങ്ങോട്ട് കാൽക്കൽ അങ്ങോട്ട് കൂടി. അവസാനം പെണ്ണ് മുസ്ലിമത്തായി. ആ പെണ്ണിനെ ഖാജ കല്യാണം കഴിച്ചു. രാജകുമാരിയെ കല്യാണം കഴിക്കാം. ഈ മനുഷ്യൻ ആരായിരുന്നെങ്കിൽ നടക്കന്നെ, തലയിൽ ബാണ്ടക്കെറ്റേറ്റി നടക്കുകയാണ്. അങ്ങനെ അത് വലിയൊരു കാലഘട്ടമാണ്. ആ ഭാഗത്തേക്ക് ഞാൻ പറയാം. യാത്ര ആരംഭിക്കാണ്. യാത്ര തന്നെ സാഫിറു. ഒരു ഇടക്കൊരു ഹദീസ് പറഞ്ഞാൽ സാഫിറു, യാത്ര ചെയ്യുകയും അസഫറു, വിജ്ഞാനത്തിന്റെ 3/2 ഭാഗവും യാത്രയാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്യങ്ങൾ പാപ്പാക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് യാത്രയായിരുന്നു എന്ന് അവിടുത്തെ ആത്മകഥയിൽ എല്ലായിടത്തും ഏറ്റവും ഇഷ്ടം. കേരളത്തിൽ ഏറ്റവും ഒരുപക്ഷെ യാത്ര ചെയ്ത ആളും ആ മനുഷ്യൻ തന്നെയായിരുന്നു. യാത്രയാണ്. സാഫിറു സാഫിറു, യാത്ര ചെയ്യുവീൻ, യാത്ര ചെയ്യുവീൻ. വിജ്ഞാനത്തിന്റെ 3/2 ഭാഗവും യാത്രയാണെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്ര എന്ന് പറഞ്ഞാൽ ഏതോ കഫീനോടെ പോവാ, അങ്ങോട്ട് വരിക, അവിടെ പെട്ടി നടക്കുക, ഇവിടെ പെട്ടി ഒഴിവാക്കുക, പിന്നെ പോവാ, പെട്ടി നടക്കുക. ഇതല്ല യാത്ര. അതുകൊണ്ട് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല എന്നൊന്നുമില്ല. യാത്ര തന്നെ അങ്ങോട്ട് പോവന്നെ, ആ ഒരു പോക്ക് അങ്ങോട്ട് പോവുക, അതന്നെ അങ്ങനെ പോവാ. അങ്ങനത്തെ ദൗത്യത്തിന്റെ കാലം നമുക്ക് കഴിഞ്ഞു. കാരണം ഇന്ന് വിസ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അന്ന് അതൊന്നുമില്ല, പോവന്നെ. ജീവിതത്തിന്റെ യാത്രയുടെ തപസ് ആരംഭിക്കുകയാണ്. ആദ്യമായി ബഹുമാനപ്പെട്ടവർ ഖുറാസാനിൽ ബുഖാറയിലേക്ക് പോയി. ബുഖാറയിൽ ബഹുമാനപ്പെട്ട ഹിസാമുദ്ദീൻ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദർസിൽ ചേർന്നു റളിയല്ലാഹു അൻഹു. അവിടെ വെച്ച് ഒരുപാട് ഇൽമു തഫ്സീർ പഠിച്ചു. ഇൽമുൽ ഹദീസ്, ഇൽമുൽ ഫിഖ് എന്നത് മുഴുവനും അവിടെ വെച്ച് കരസ്ഥമായി. വലിയ ഫഖീഹും വലിയ മുഫസ്സിറും വലിയ മുഹദ്ദിസുമായി ബഹുമാനപ്പെട്ട ഹിസാമുദ്ദീൻ അൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ റഷ്യയിൽ വെച്ച് പഠിച്ചു ബഹുമാനപ്പെട്ടവർ റളിയല്ലാഹു അൻഹു. ചിന്തിക്കണം. ഈ കാലം എന്ന് പറഞ്ഞാൽ, ആ കാലത്തെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഈ കാലം എന്ന് പറഞ്ഞാൽ ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു ഈ ബഗ്ദാദിൽ കത്തി നിൽക്കുന്ന കാലഘട്ടമാണ്. കൂട്ടത്തിൽ പറയട്ടെ, ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിന്റെ ഈ ചിസ്തി ബഹുമാനപ്പെട്ട ഖാജയുടെ അമ്മാവനാണ്. മനസ്സിലായില്ല? അതായത് ബഹുമാനപ്പെട്ട സയ്യിദ മാഹിനൂറിന്റെ ആങ്ങളയാണ്, വകയിലുള്ള ആങ്ങളയാണ്. ആര്? അശ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അമ്മാവന. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരമകൻ, അതായത് പെങ്ങളെ മകൻ എന്ന് പറയാം. ആര്? അങ്ങനെ നമ്മൾ ചരിത്രത്തിൽ വ്യക്തമായി പഠിക്കേണ്ടതാണ്. ഇതൊക്കെ പഠിക്കുമ്പോഴേ നമുക്ക് കാര്യം മനസ്സിലാവുള്ളൂ. അതായത് ബഗ്ദാദിൽ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു കത്തി നിൽക്കുന്ന കാലഘട്ടമാണ് ആ കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് യാത്ര തുടങ്ങുന്നത്. ഇതിലൊക്കെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നോണ്ട് പറയാം. പിന്നെ അവിടെ നിന്ന് റഷ്യന് പുറപ്പെട്ടു. റഷ്യന് പുറപ്പെടുമ്പോൾ ഒരാളെയാണ് ഉദ്ദേശം. ഹാറൂൺ പട്ടണത്തിൽ ഉസ്മാനുൽ ഹാറൂനി എന്നൊരു മഹാൻ ഉണ്ടായിരുന്നു. ആ മഹാനെ കാണുക, ആ മഹാന്റെ ശിഷ്യത്വം സ്വീകരിക്കുക എന്ന. അക്കാലഘട്ടത്തിൽ ചിശ്തി ത്വരീഖത്തിന്റെ ഖലീഫയാണ് ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു. അങ്ങനെ നേരെ പിന്നെ ഹാറൂൺ പട്ടണത്തെ അവലംബിച്ച് നേരെ റഷ്യന് യാത്ര തിരിക്കുക. അതിനിടയിൽ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യം നേരെ റഷ്യ വിട്ടിട്ട് നേരെ ഹാറൂൺ പട്ടണത്തെ അവലംബിക്കാൻ വേണ്ടി നേരെ ഇറാഖിലേക്ക് പുറപ്പെട്ടു. ഇറാഖിലാണ് ആ പ്രദേശം. നേരെ ഇറാഖിലേക്ക് വരികയാണ്. ഹിജ്റ 550. ബഹുമാനപ്പെട്ടവർക്ക് 20 വയസ്സാണ്. അന്നാണ് ബഹുമാനപ്പെട്ടവര് ബഗ്ദാദിലെത്തുന്നത്. അന്ന് 20ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ടവര് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ഒഴുക്കൻ പോക്ക് ഇങ്ങനെ പോവായിരിക്കും. താരിഖാവുമ്പോൾ അതിന്റെ ഒരു രീതി അതിനുണ്ടാവുള്ളൂ.
ഹിജ്റ 550 530 ജനിച്ചു. 550 ബഗ്ദാദിൽ കണ്ടുമുട്ടി ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു. കണ്ടുമുട്ടിയപ്പോൾ തന്നെ ബഹുമാനപ്പെട്ടവർ ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റ് സ്വീകരിക്കുകയും വെളിച്ചത്തിന്റെ വെളിച്ചമായ ഒരാൾ വരുന്നുണ്ട്, ഈ കുട്ടി ലക്ഷക്കണക്കായ ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കാൻ കാരണമാവുമെന്ന് കണ്ട മാത്രയിൽ ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു. അതായത് അമ്മാവന്റെ മകനൊക്കെ ആണെങ്കിൽ പോലും അമ്മാവനല്ല അമ്മാവൻ തന്നെയാണ്. പക്ഷേ രണ്ടും രണ്ട് പ്രദേശത്തിലാണ്. ബഹുമാനപ്പെട്ടവർ കൈലാനിൽ നിന്ന് ബഗ്ദാദിലേക്ക് പോയി കൂടിയതാണ്. ഇവരാകട്ടെ സെഞ്ചറിൽ നേരെ ഖുറാസാനിൽ വന്ന് ഇങ്ങോട്ട് മാറി താമസിച്ചത്. അതായത് അകലമുള്ളത് കൊണ്ട് ജീവിതത്തിൽ ആദ്യമായി കാണുകയാണ് അമ്മാവനെ. വകയിലുള്ള അമ്മാവനാണ്, ഭയങ്കര ഷെയ്ഖാണ്. ആ കാലഘട്ടത്തിന്റെ ഷെയ്ഖായിരുന്നു, ഏത് കാലഘട്ടത്തിന്റെയും ഷെയ്ഖായിരുന്നു പിന്നീട് ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ അവരുടെ സദസ്സിലൊക്കെ 70,000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ സംഭവം സ്വഹീഹാണെന്ന് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി അന്നനവി അദ്ദേഹത്തിന്റെ റിജാൽ ഫിക്രി വദ്ദഅവ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യക്കാർക്ക് വരാവുന്നതാണ്. എൻ്റെ കയ്യിൽ ആ കിതാബുണ്ട്, ആ പുസ്തകമുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ റിജാൽ ഫിക്രി വദ്ദഅവയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 70,000-ഓളം ആളുകളൊക്കെ ബഹുമാനപ്പെട്ടവരുടെ സദസ്സിലുണ്ടായിരുന്നു. ആ സദസ്സിന് വഅള് പറഞ്ഞിരുന്നു. ആംപ്ലിഫയർ ഒക്കെ കണ്ടുപിടിക്കുന്നതിന്റെ 1000 കൊല്ലം മുമ്പാണ് ഈ സംഭവം എന്നും ഏകദേശം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. ഏകദേശം 1000-ഓളം ഒരു കൊല്ലം മുമ്പാണ് ഈ സംഭവം. ബഹുമാനപ്പെട്ട ബഗ്ദാദിൽ വഅള് പറയാണ് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. എല്ലാ വ്യാഴാഴ്ച വൈകുന്നേരത്തും വഅള് പറയും. 70,000 ആളുകളൊക്കെ ബഹുമാനപ്പെട്ടവരുടെ സദസ്സിൽ പങ്കെടുത്തിരുന്നു. അതാണ് കത്തി നിൽക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞത്. അങ്ങനെ ബഗ്ദാദിൽ 40 കൊല്ലം വഅള് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർ. ആ വഅളിൽ പങ്കെടുത്ത അനവധി ആളുകൾ പിന്നെ ഔലിയാക്കളായി. അങ്ങനെ ബഹുമാനപ്പെട്ട സാന്ദർഭികമായി ഒന്ന് സൂചിപ്പിക്കുകയാണ്. സദസ്സിൽ ഇങ്ങനെ 70,000 ആളുകൾ ഇരിക്കുന്ന സദസ്സാണ്. ആയിരിക്കും സദസ്സ് വ്യാഴാഴ്ച. അതിനുവേണ്ടി ഷാമിൽ നിന്നും യമനിൽ നിന്നൊക്കെ ആളുകൾ വന്ന് ബഗ്ദാദിൽ താമസിക്കും. ഏറ്റവും കൂലിയില്ലാതെ തൊഴിലിന് ആളെ കിട്ടിയിരുന്ന നാട് അക്കാലത്ത് ബഗ്ദാദായിരുന്നു. എന്തിന്? ഭക്ഷണത്തിന് വേണ്ടി മാത്രം പണി ചെയ്തു കൊടുക്കും. എന്തിന്? ജനങ്ങൾക്ക് അവിടെ നിന്ന് താമസിക്കണം. കാരണം ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ബഹുമാനപ്പെട്ടവരുടെ വിശാലമായ വഅള് നടക്കും. ആ വഅളിൽ പങ്കെടുക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആ മഹാന്മാരെയൊക്കെ സ്വർഗ്ഗലോകത്ത് കണ്ടുമുട്ടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ കണ്ട മാത്രയിൽ തന്നെ ബഹുമാനപ്പെട്ടവര് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ കുട്ടി ലക്ഷക്കണക്കായ ആളുകൾക്ക് അള്ളാന്റെ വെളിച്ചം കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയെ പ്രത്യേകമായി ബഹുമാനപ്പെട്ടവർ സ്വീകരിച്ചു. അത് കഴിഞ്ഞു നേരെ അവിടെ നിന്ന് വീണ്ടും പുറപ്പെടുകയാണ്. അവിടുന്ന് ബഹുമാനപ്പെട്ടവർ പോയി ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ചു പോയി. അവരൊറ്റ ദർശനം മാത്രം, കുറഞ്ഞ ദിവസങ്ങൾ ബഗ്ദാദിൽ താമസിച്ചു. പിന്നെ ഹാറൂൻ പട്ടണത്തിലേക്ക് പോവുക. ഹാറൂൻ പട്ടണത്തിലാണ് പിന്നെ അവിടെയാണ് ഇനി അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിന്റെ ഏറ്റവും മർമ്മമായ ഭാഗം മഹാനായ ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു. ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയി, എന്നെ അവിടുത്തെ മുരീദായി സ്വീകരിക്കണം എന്ന് പറഞ്ഞു. 20-ാമത്തെ വയസ്സ്. എന്റെ കാര്യത്തിൽ തന്നെ ഞാൻ അശക്തനാണ്, അതുകൊണ്ട് ഒരാളെ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും. അവസാനം അവിടെ നിർത്തി. പക്ഷേ ഒരു കണ്ടീഷൻ, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? പക്ഷെ ഒരു കണ്ടീഷൻ ചെയ്തു. എന്ത്? ഉസ്താദിന്റെ കൂടെ നിൽക്കണം, കൂടെ നടക്കണം എന്ന് പറഞ്ഞ അവിടെ അങ്ങോട്ട് ഖിദ്മത്തിന് അങ്ങോട്ട് കൂട്ടി. പക്ഷേ 20 കൊല്ലക്കാലം ഒരു ഇൽമും പറഞ്ഞു കൊടുത്തതേയില്ല. 20 കൊല്ലം ഇൽമേ പറഞ്ഞു കൊടുത്തില്ല. ഒന്നും പറഞ്ഞു. ഇവിടെ ഉണ്ടോ ആവും. ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തു? 20 വർഷക്കാലം കൂടെ നിർത്തി. താൻ പോകുന്നിടത്തൊക്കെ പോവാ, തന്റെ കൂടെ നടക്കുക. ആ കാലഘട്ടത്തിൽ ഉസ്താദിന്റെ വസ്ത്രം അലക്കി കൊടുക്കും, ഉസ്താദിന്റെ ചെരുപ്പ് നന്നാക്കി കൊടുക്കും, ഉസ്താദിന്റെ ഖിദ്മത്ത് ചെയ്തു കൊടുക്കും, ഉസ്താദിന് തഹജ്ജുദിന് വെള്ളം എടുത്തു കൊടുക്കും. ഇത് തന്നെ പണി. ഇൽമൊന്നും പറഞ്ഞതേ ഇല്ല. ഒരു ഇൽമും പറഞ്ഞു കൊടുത്തില്ല. ഇൽമിന് ഖിദ്മത്തിൽ അങ്ങോട്ട് കൂടി 20 കൊല്ലക്കാലം ഒരു ഇൽമ പോലും പറഞ്ഞു കൊടുത്തില്ല. ഇൽമ കേൾക്കാത്തത് കൊണ്ട് ഇത് ഇൽമില്ലാത്ത ആളായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ മുരീദുമാരായ പലരും പിന്നെ പിന്തിരിഞ്ഞു പോയി. കറാമത്തും കാണിച്ചില്ല. ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു അക്കാലഘട്ടത്തിൽ ചിശ്തി ത്വരീഖത്തിന്റെ ഷെയ്ഖായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി. അങ്ങനെയൊക്കെ ചെയ്യും ഔലിയാക്കന്മാര് ജനങ്ങളെ കയ്യിൽ നിന്ന് മറഞ്ഞു നിൽക്കാൻ വേണ്ടി. ഇൽമില്ലാത്തത് പോലെ കാണിക്കും. ചിലപ്പോൾ ചില തെറ്റൊക്കെ കാണിക്കും. ചില ഫിഖ്ഹിന്റെ മസലയിലൊക്കെ തെറ്റുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് ഏകദേശം ബോധ്യപ്പെടും, ഈ മനുഷ്യന്
ഇൽമില്ല. അങ്ങനെ ആളുകൾ പിരിഞ്ഞു പോകൽ അവർക്ക് വലിയ ആവശ്യമാണ്. അങ്ങനെ ഏകദേശം ആളുകൾക്കൊക്കെ ബോധ്യപ്പെട്ടു, ആ കൂടണ്ട മുരീനന്മാർക്ക് ബോധ്യപ്പെട്ടു ഇത് ഇൽമില്ലാത്ത ആളായിരിക്കും. അങ്ങനെ ഉസ്മാനുൽ ഹാറൂൻ മുരീനന്മാരൊക്കെ പിരിഞ്ഞു പോയപ്പോൾ അവസാനം ഈ കുട്ടി ബാക്കിയായി. കുട്ടി നന്നായി ചെറുപ്പക്കാരൻ. അപ്പോൾ ചോദിച്ചു എല്ലാവരും പോയില്ലേ, നിനക്ക് പോകണ്ടേ? അപ്പോൾ എനിക്ക് ഇൽമ വേണ്ട, എനിക്ക് കാൽപ്പാടം മതി, ഞാനിവിടെ താമസിക്കാം. അതിൽ ഉസ്താദ് കുട്ടിയെ നോക്കി പിന്നെ കൂടെ നിർത്തുകയാണ്. പിന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, ആത്മജ്ഞാനം പറഞ്ഞു കൊടുത്തു. 2 കൊല്ലം, അതാണ് 2.5 കൊല്ലം കൂടെ നിർത്തിയിട്ട് ആത്മജ്ഞാനം പറഞ്ഞു കൊടുത്തു. വിജ്ഞാനത്തിന്റെ അനർഘമായ മൊഴിമുത്തുകൾ പറഞ്ഞു കൊടുത്തു ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തു വിട്ടു, യാത്ര പോകാൻ വേണ്ടി പറഞ്ഞു. പിന്നെ പുറത്തു പോകാം. പഠിപ്പ് തീർന്നിട്ടില്ല. പഠിപ്പിനിടയിൽ 2 കൊല്ലം വിജ്ഞാനം പറഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നെ പുറത്ത് വിട്ടു, റിയാദൊക്കെ വേണ്ടി പുറത്തു വിട്ടു, ലോകത്തേക്ക് കറങ്ങാൻ വേണ്ടി വിട്ടു. ബഹുമാനപ്പെട്ടവരെ, മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു പുറത്തു വന്നു. അങ്ങനെ പിന്നെ ഹാറൂൻ പട്ടണം വിട്ടു, ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു വിട്ടിട്ട് ബഹുമാനപ്പെട്ടവർ പുറത്തു വരികയാണ്. പിന്നെ യാത്ര ചെയ്യാം. ഇനിയുള്ള യാത്രയാണ് ആദ്യം വരുന്നത് സിറിയയിലേക്ക്. ആ മനുഷ്യ കണ്ടുമുട്ടാത്ത ആളുകൾ അത്ഭുതമാണ്. അതിന്റെ ചില ചേരുവകൾ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ, പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. അങ്ങോട്ട് കാണുക തന്നെ, പിന്നെ പുറത്തേക്ക് വിടാം. 10 കൊല്ലം അങ്ങോട്ട് പുറത്തേക്ക് വിടുക. അന്നപൊട്ടി കാലഘട്ടം. ആദ്യം സിറിയയിലെത്തി. സിറിയയിൽ ബഹുമാനപ്പെട്ട ഔഹദ് മുഹമ്മദുൽ വാഹിദി ഗസ്നവി റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. പുറത്തു വന്നിട്ട് അദ്ദേഹം വലിയ ആരിഫായിരുന്നു. അദ്ദേഹത്തെ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് മഹാനായ ഖുത്ബുദ്ദീൻ കാക്കി ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മുരീദും ഖലീഫയുമായ ബഹുമാനപ്പെട്ടവര് ഈ ചരിത്രത്തെ കുറിച്ച് ബഹുമാനപ്പെട്ടവർ വളരെ അഭിമാനത്തോടുകൂടെ പറയാറുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഗുഹയിൽ പോയിട്ടാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഔഹദ് മുഹമ്മദുൽ വാഹിദി ഗസ്നവി റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടിയത്. ബഹുമാനപ്പെട്ട ഒരു താരീഖിൽ കാണാം, ഗുഹയിൽ തന്റെ കൂടെ 2 കൂറ്റൻ സിംഹങ്ങളും ഉണ്ടായിരുന്നു. നിസ്കാരം ബഹുമാനപ്പെട്ടവർ ശരിയാക്കി കൊടുത്തു. ആര്? ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഔഹദ് മുഹമ്മദുൽ വാഹിദി ഗസ്നവി റളിയല്ലാഹു അൻഹു. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? നിസ്കാരം ശരിയാക്കാന്നാല് നമ്മൾ പറഞ്ഞ ശരിയാക്കലൊന്നുമല്ല. കാലത്രയായി പഠിക്കാൻ തുടങ്ങിയിട്ട് ഇൽമുൽ ഹദീസും ഇൽമുൽ തഫ്സീറും ഇൽമുൽ ഫിഖ്ഹും ഒക്കെ ശരിയാക്കി കൈകാര്യം ചെയ്ത മനുഷ്യനല്ലേ നിസ്കാരം പഠിക്കേണ്ടതാ. പക്ഷെ നിസ്കാരാണ് ശരിയാക്കി കൊടുത്തു. ആര്? ബഹുമാനപ്പെട്ട ഗുഹയിൽ പോയിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഔഹദ് മുഹമ്മദുൽ വാഹിദി ഗസ്നവി റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. ബഹുമാനപ്പെട്ടവർ ആ നിസ്കാരം ശരിയാക്കി കൊടുത്തത്. നിസ്കാരം ശരിയാക്കി കൊടുത്താൽ നിന്നാൽ നിസ്കരിക്കാൻ നിന്നാൽ അല്ലാഹു അല്ലാത്തൊരു ചിന്ത ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ആ അവസ്ഥയിലേക്ക് അങ്ങോട്ട് ഉയർന്നു. നിസ്കരിക്കാൻ നിന്നാൽ അല്ലാഹ് എന്നല്ലാത്തൊരു ചിന്തയല്ലേ ആ അവസ്ഥയിലേക്ക് വന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഉറക്കെ പറഞ്ഞേക്ക്, നിങ്ങൾ വെറുതെ ഇരുന്നുറങ്ങരുത്. ഞാൻ പറഞ്ഞ താരീഖാണ്, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കേൾക്കാൻ തീരെ സുഖം ഉണ്ടാവില്ല. പക്ഷെ ഇതൊരു ഓർമ്മയും ഇതൊരു പാഠവുമാണ്. നിങ്ങൾ കേട്ടേ മതിയാവൂ, തലയൊക്കെ കേട്ടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ നിസ്കാരം ശരിയാക്കി ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഔഹദ് മുഹമ്മദുൽ വാഹിദി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഗുഹയിൽ ബഹുമാനപ്പെട്ടവരുടെ കൂടെ 2 കൂറ്റൻ സിംഹങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ കൂടെ താമസിച്ചു എന്നാണ് ചരിത്രം. അവിടെ നിന്ന് നേരെ ഇറാനിലേക്ക് പോയി. ലോകപ്രശസ്ത സൂഫി വര്യൻ യൂസുഫ് ഹമദാനി റളിയല്ലാഹു അൻഹു നാട്ടിലെത്തി. അനവധി മശായിഖന്മാരെ ഇറാനിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം ബഹുമാനപ്പെട്ട ഖാജ അബൂ സഈദ് തിബ്രീസി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യത്വം നേടിയതാണ്. അദ്ദേഹം ഭയങ്കര മഹാനായി. അബൂ സഈദ് തിബ്രീസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു ഇറാനിൽ വെച്ച്. ഭയങ്കരം അത്ഭുതമായി ആ കാര്യത്തെ പിന്നീട് ഖാജ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇറാനിൽ നിന്ന് പിന്നെ നേരെ പോയത് ഉസ്തുറാബാദിലേക്കാണ്. ഉസ്തുറാബാദിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് നാസറുദ്ദീൻ ഉസ്തുറാബാദി അവരുടെ ശിഷ്യത്വം സ്വീകരിച്ചിട്ട് അവരുടെ കൂടെ ഒരുപാട് കാലഘട്ടം ജീവിച്ചു. നിങ്ങൾ ആലോചിക്കണം, ഒരു മനുഷ്യൻ തേടി പോവുക. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വകൂനൂ മഅസ്സാദിഖീൻ. എവിടുന്ന് എവിടേക്കാ? നിങ്ങൾ ഇനി പറയാവുന്ന ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ അത് എടുത്തിട്ട് അത് അറ്റ്ലസ് എടുത്ത് ആ മനുഷ്യൻ ഇങ്ങനെ കാൽനടയായി നടന്ന ആ ഏരിയകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ചരിത്രം കണ്ട അത്ഭുതമാണ്. ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു.
ബഹുമാനപ്പെട്ട നാസറുദ്ദീൻ ഉസ്താബാദിയുടെ ശിഷ്യത്വം സ്വീകരിച്ചു. നാസറുദ്ദീൻ ഉസ്താബാദിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹുമായി ഭയങ്കര ബന്ധമുള്ള ആളായിരുന്നു. അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ വലിയ മഹാനാണ്. അദ്ദേഹത്തിന്റെ മുരീദിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ മുരീദ് പറഞ്ഞ ഒരു അഭിപ്രായത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട റൂഹുൽ ബയാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മുരീദ് മരണനേരത്ത് ആളുകൾ കരഞ്ഞപ്പോ പറഞ്ഞു, വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഈ മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ കരഞ്ഞപ്പോൾ പറഞ്ഞു, നിന്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാവണ്ട, എന്നെ മുങ്കർ നക്കീർ വണ്ണ് കണ്ടാൽ തന്നെ ഞാൻ പറയും ഖാദിമു അബൂ യസീദ് അൽ ബിസ്താമി, ഞാൻ അബൂ യസീദ് അൽ ബിസ്താമിയുടെ ഖാദിമായിരുന്നു, അതുകൊണ്ട് എന്നെ തൊട്ടു പോകരുതെന്ന് ഞാൻ മലക്കുകളോട് പറയുമെന്ന് ആ മഹാൻ പറഞ്ഞതായി ബഹുമാനപ്പെട്ട റൂഹുൽ ബയാനിൽ ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അബൂ യസീദ് അൽ ബിസ്താമിയോട് ആത്മീയമായി വളരെ അടുത്ത ബന്ധമുള്ള ആളായിരുന്നു നാസറുദ്ദീൻ ഉസ്താബാദി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. അവിടെ നിന്ന് വീണ്ടും പിന്നെ പോയത് വീണ്ടും റഷ്യയിലേക്കാണ്, ബുഖാറയിലേക്ക്. യാത്ര തന്നെയാ, ജീവിതമൊക്കെ യാത്ര. ബഹുമാനപ്പെട്ട അവര് നേരെ റഷ്യയിലേക്ക് പോയി. അക്കാലത്ത് ഏറ്റവും മഹാനായ സൂഫി വര്യൻ, അന്ധനായ സൂഫി വര്യൻ ദർവേഷ് ഉണ്ടായിരുന്നു റഷ്യയിൽ. ബഹുമാനപ്പെട്ട ഒരു ശിഷ്യത്വം നേടി അനവധി കാലം വീണ്ടും ബുഖാറയിൽ റഷ്യയിൽ താമസിച്ചു. അവിടുന്ന് വീണ്ടും ബഹുമാനപ്പെട്ടവർ ഹർക്കാനിലേക്ക് വന്നു. ഷെയ്ഖ് അബ്ദുൽ ഹസൻ ഹർക്കാനി അവരുടെ ദർഗയിൽ അനവധി കാലഘട്ടം ആ ഇബാദത്തിനും മറ്റു കാര്യത്തിനുമായി ഹർക്കാനിൽ കഴിഞ്ഞുകൂടി. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു ഹർക്കാനിൽ നേരെ വരുന്നത് നമുക്ക് വിട്ടിരിക്കാണ്, ലോകം കാണാൻ വേണ്ടിയും ലോകത്തെ മഹാന്മാരായ സൂഫികളെ ശിഷ്യത്വം നേടാൻ വേണ്ടിയും. ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, ഫാരിഗായിട്ടില്ല, ഇങ്ങനത്തെ ഒരുപാട് പണിയുണ്ട്. ഇടവേളയിൽ ഇയാളൊക്കെ വേണ്ടി വിട്ടതാ. അതിനിടയിൽ സമർക്കന്ദിലേക്ക് വന്നു ബഹുമാനപ്പെട്ടവർ. റഷ്യയോട് തൊട്ട് കിടക്കുന്ന, റഷ്യയുടെ ഭാഗമായിരുന്ന ഒരു കാലഘട്ടത്തിൽ സമർക്കന്ദിലേക്ക് വന്നു. ബഹുമാനപ്പെട്ട സമർക്കന്ദിൽ നിന്ന് ഒരാൾ ഇവിടെ കേരളത്തിൽ വന്ന് ദീനി ദഅവത്ത് നടത്തിയ ഒരാളുണ്ട്, ബഹുമാനപ്പെട്ട ഉമർ സമർക്കന്ദി റഹ്മത്തുള്ളാഹി അലൈഹി. അതിഞ്ഞാലാണ് അവരുടെ ഖബർ. കാസർഗോഡിന് ഇപ്പുറം കാഞ്ഞങ്ങാടിനപ്പുറം ഉമർ സമർക്കന്ദി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുണ്ട് അതിഞ്ഞാലിൽ. അല്ലാഹു തആല അത്തരം മഹാന്മാരോട് കൂടെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആ നാട്ടിൽ സമർക്കന്ദിൽ പോയി ഷെയ്ഖ് അബുല്ലൈസ് സമർക്കന്ദിയുടെ നാട്ടിൽ വളരെ ബഹുമാനപ്പെട്ടവരുടെ കൂട്ടത്തിൽ താമസിച്ചു.